മേൽ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ള ആളുകൾ അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനത്തിലും ആണ്, അവർ മാത്രമാണ് വിജയികൾ എന്നാണ് പറഞ്ഞത്. അതാരെ പറ്റി പറഞ്ഞതാണ്? പരിശുദ്ധ ഖുർആൻ ഉപകാരപ്പെടുന്ന റസൂലുള്ളാഹിൻ്റെ താക്കീതുകളും മുന്നറിയിപ്പുകളും ഉത്ബോധനങ്ങളൊക്കെ ഫലപ്പെടുന്ന മുത്തഖീങ്ങളെ പറ്റിയാണ് പറയുന്നത്. അഥവാ ഖുർആൻ ഫലപ്പെടുന്ന ആളുകൾ. ഹുദല്ലിൽ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദല്ലിൽ, യാതൊരു സംശയവും വേണ്ട ഈ കിതാബ് മുത്തഖീങ്ങൾക്ക് വഴികാട്ടിയാണ് എന്ന് പറഞ്ഞില്ലേ. അപ്പം അതിൻ്റെ നേരെ വിപരീതമുള്ളവരെ പറ്റി ഇനി പറയാണ്. അതാണ് ബന്ധം. ആ മുത്തഖീങ്ങൾക്കുള്ള 6 ഗുണങ്ങൾ പറഞ്ഞു. അവർ വിജയികളാണെന്ന് പറഞ്ഞു, ഇഹത്തിലും പരത്തിലും വിജയികളാണ്, അത് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ കൂട്ടുകാർക്ക് ഇഹത്തിലും പരാജയമാണ്, പരത്തിലും എന്തുതന്നെയാണ്? പരാജയമാണ്. ആർക്ക്? നിഷേധികൾക്ക്. ഇവിടെ എങ്ങനെയാണ് പറഞ്ഞത്? ലഹും അദാബുൻ അളീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. എന്താണ് അവർക്ക് പറ്റിയ കേട്? ഓൽക്ക് അല്ലാഹു തആല ഹൃദയത്തിന് മുദ്ര വെച്ചു, കാതുകൾക്കും കണ്ണുകൾക്ക് മേൽ പ്രത്യേകമായ മറണ്ട്. സത്യത്തെ ഗ്രഹിക്കാനോ കാണാനോ കേൾക്കാനോ അവർക്ക് കഴിയൂല. അല്ലാത്തതൊക്കെ കേൾക്കും. പൊട്ടന്മാരൊന്നുമല്ല, ബധിരന്മാരല്ല. സത്യത്തെ കേൾക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും കാണാനും കഴിയൂല. ആ നിലയിലുള്ള മറയും സീലൊക്കെ അല്ലാഹു തആല വെച്ച് പോയി അവരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്ത് പറയണ്ട നിങ്ങൾക്ക്? ഈ കാഫിര്യങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാഫിര്യങ്ങളോടൊന്നും അറിയാതെ ഈ ആദ്യ കാഫിര്യങ്ങൾ തന്നെയാണ് ഇസ്ലാമിലേക്ക് വന്നതൊക്കെ അന്ന്. കാഫിര്യങ്ങളോട് ദൈവത്തെ ചെയ്തിട്ടൊരു കാര്യമില്ല എന്നല്ല. ഇങ്ങനെ ഈ സീല് വീണോലുണ്ടല്ലോ, ഒരു വരൂല, അല്ല അതിൽ വരും. ആരെപ്പോൾ വന്നീനത്? കൊടിയ കാഫിര്യങ്ങളും ഏറ്റവും വലിയ ശത്രുക്കളല്ലേ പിന്നെ മുസ്ലിമായത്. ഇന്നും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതല്ലേ. നമുക്ക് പറയാൻ പറ്റുമോ ആർക്കാണ് സീല് വീണതെന്നുള്ളത്? നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ക്രിസ്ത്യാനികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആരാ നിങ്ങൾക്ക് അറിയെങ്കിൽ അവരോട് പറയണ്ട. ഇങ്ങനെ ചില കൂട്ടക്കാരുണ്ട്, അതാ സീല ചോല എന്തായാലും എന്താവില്ല. ഞാൻ നിങ്ങളിന്ന് വേറൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ആയത്തോട് നിങ്ങൾക്ക് ഞാൻ കൽപ്പിച്ചു തരാം. ഇവിടെ തഫ്സീൽ കൊടുത്തത് സൂറത്ത് യൂനുസിലെ 96-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന, നിശ്ചയം ഒരു കൂട്ടക്കാർ, ഹഖത്ത് അലൈഹിം കലിമത്തു റബ്ബിക, റബ്ബിൻ്റെ ശിക്ഷാവചനം സ്ഥിരപ്പെട്ടതായ ആളുകൾ, ലാ യുമിനൂന, അവർ വിശ്വസിക്കൂല. ഒരു ജാഅത്ഹും കുല്ലു ആയ, എത്ര ദൃഷ്ടാന്തം തന്നെ അവർക്ക് വന്നാലും ശരി. ഹത്താ യറവുൽ അദാബൽ അലീം, വേദനാജനകമായ ശിക്ഷ നാളെ അവർ കണ്ടുമുട്ടുന്നത് വരെ. അപ്പോൾ പഠിച്ചോനെ ഞങ്ങൾ മുസ്ലിം ആയിക്കോളാം. അപ്പോൾ പറയും അതുവരെ എന്തായത്ത് വന്നിട്ടും കാര്യമില്ല. എന്താ? അള്ളാഹിൻ്റെ ശിക്ഷാവചനം സ്ഥിരപ്പെട്ട കൂട്ടക്കാരാണ്. സൂറത്ത് യൂനുസിൽ പറഞ്ഞു ഹഖത്ത് അലൈഹിം കലിമത്തു റബ്ബിക്, റബ്ബിൻ്റെ കലിമത്ത് അവർക്ക് സ്ഥിരപ്പെട്ടു പോയി. ഇങ്ങനെ എത്രയോ ആയത്തുണ്ട്. നാളെ നരകത്തിലേക്ക് നിഷേധികൾ തെളിക്കപ്പെടുമ്പോൾ അവരോട് ഇങ്ങനെ അല്ലാഹു തആല ചോദിക്കും, വസീക്കല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, സത്യനിഷേധികൾ കൂട്ടം കൂട്ടമായിട്ട് നാളെ നരകത്തിലേക്ക് തെളിക്കപ്പെടും. ഹത്താ ഇദാ ജാഊഹ, അങ്ങനെ അവർ നരകത്തിൻ്റെ അടുത്ത് വരുമ്പോൾ, ഫുത്തിഹത്ത് അബ്വാബുഹ, നരകത്തിൻ്റെ കവാടങ്ങളൊക്കെ തുറക്കപ്പെടും. വഖാല ലഹും ഖസനതുഹ, പാറാവുകാർ അവരോട് ചോദിക്കും, അലം യഅതികും റസൂലും മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും വയുൻദിറൂനക്കും ലിഖാഅ യൗമിക്കും ഹാദാ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതന്മാർ ഈ ആയത്തുകളൊക്കെ ഓതിത്തരുന്ന ഇങ്ങനെയുള്ളൊരു ദിനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന പ്രവാചകന്മാരൊന്നും വന്നിരുന്നില്ലേ എന്ന്. അപ്പോൾ കാലൂർ പറയും, ബല വലാക്കിൻ ഹഖത്ത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ എന്നാണ് അവരുടെ മറുപടി. പ്രവാചകന്മാരൊക്കെ വന്നിരുന്നു, പ്രവാചകന്മാരൊക്കെ വന്നിരുന്നു. വലാക്കിൻ ഹഖത്ത് കലിമത്തുൽ അദാബ്, ശിക്ഷയുടെ വചനം സ്ഥിരപ്പെട്ടു പോയാൽ കാഫിരീൻ, നിഷേധികൾക്ക്. അതാണ് ഞങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്ന് അവർ പറയും. അവിടെയാണ് ചോദ്യം. എന്തുകൊണ്ട് സീൽ വെച്ചു? അപ്പോൾ അള്ളാഹ് സീൽ വെച്ചിട്ടല്ലേ എന്നൊരു ചോദ്യം ചോദിക്കാമല്ലോ. അങ്ങനെ ചോദ്യം ഉണ്ടാവും. നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവില്ല, കാരണം നമ്മളതിനൊക്കെ മറുപടി കൂടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലേ. പലപ്പോഴും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതിന് സമാനമായ ആയത്ത് എന്നും യാസിൽ നമ്മൾ ഓതുന്ന ആയത്താണ്.
ജഅൽന മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ എന്ന് നമ്മൾ ഓതുന്ന സൂറത്തിലുള്ളൊരു കാര്യമാണ്. വളരെ ഗംഭീരമായിട്ടാണ് പറയുന്നത് അല്ലാഹു തആല. തൻസീലും മിർ റബ്ബിൽ ആലമീൻ. യാസീൻ എങ്ങനെ തുടങ്ങണം? നല്ലൊരു തുടക്കമാണ്. തുടക്കത്തിൽ തന്നെ ഈ കാര്യമാണ് പറയണത്. ഇങ്ങനെയാണ് പറയണത്, തൻസീലുൽ അസീസിർ റഹീം. കരുണാമയനായ അജനായ അള്ളാഹു അവതരിപ്പിച്ചതാണ് ഈ ഗ്രന്ഥം. ലിതുന്ദിറ ഖൗമൻ, ഒരു ജനതക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകാൻ. മാ ഉന്ദിറ ആബാഉഹും, അവരുടെ പൂർവികർക്കൊന്നും മുന്നറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല, പ്രവാചകന്മാരൊന്നും ആ വൈക്കനെ വന്നിട്ടില്ല. ഫഹും ഗാഫിലൂൻ, അതുകൊണ്ട് അവർ അശ്രദ്ധരാണ്. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം, അതുവഴി കേൾക്കണം, അവരിൽ നിന്ന് ബഹുഭൂരിഭാഗം ആളുകൾക്കും അള്ളാൻ്റെ വചനം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നരകത്ത് കാണുന്നുള്ള തീരുമാനം കഴിഞ്ഞു പോയിട്ടുണ്ട് കൂടുതൽ ആളുകൾക്കും. ഫഹും ലാ യുമിനൂൻ, അവരെന്താ അവരെ വിശ്വസിക്കൂല. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഊൻ. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം, അവരുടെ പെരടിയിൽ നാം ആക്കിയിട്ടുണ്ട് അഗ്ലാലൻ, ആമങ്ങളെ. ഫഹിയ ഇലൽ അദ്ഖാനി, താടിൽ വരെ ഉണ്ട്. ഫഹും മുഖ്മഊൻ, അപ്പോൾ അവരിങ്ങനെ തല ഉയർത്തപ്പെട്ടവരായിട്ട് നിൽക്കുകയാണ്. കൈ ഇങ്ങനെ ആമ വെച്ചിട്ട് പെരടി കുടിച്ചും കിട്ടും, പെരടിക്കാണ് കിട്ടുക. അപ്പോൾ തല ഇങ്ങനെ മുകളിലേക്ക് കയറും. ഒന്നും കാണാനൊന്നും ഗ്രഹിക്കാനോ ഒന്നും, അതൊക്കെ ഓരോ ആലങ്കാരിക പ്രയോഗങ്ങളാണ്. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഊൻ വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ, അവരുടെ മുമ്പിൽ ഒരു മറമതിൽ നാം വെച്ചിട്ടുണ്ട്. വമിൻ ഖൽഫിഹിം സദ്ദ, അവരുടെ പുറകിലും ഒരു മതിലുണ്ട്. ഫഅഗ്ശൈനാഹും, അങ്ങനെ നാം അവരെ നല്ലോണം മൂടിക്കളഞ്ഞു. ഫഹും ലാ യുബ്സിറൂൻ, അപ്പോൾ അവർ കാണുകയില്ല. വസവാഉൻ, മതിലേ മുൻകഴിഞ്ഞ സമൂഹങ്ങളുടെ ചരിത്രമോ അല്ലെങ്കിൽ ഭാവിനെ കുറിച്ചൊന്നും ചിന്തിക്കാനൊന്നുമില്ല, ഇതില്ല അവർക്ക്. മതിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. സവാഉൻ അലൈഹിം അന്തർത്തവും അമ്നം തുന്തിറവും, നിങ്ങൾ താക്കീത് നൽകലും നൽകാതിരിക്കലും കണക്കാണ്. ലാ യമിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. ഇന്നമാ തുന്തിറു മനിത്തബഅ ദിക്ര, നിശ്ചയമായി നിങ്ങളുടെ ഈ താക്കീത് ഫലപ്പെടൽ മനിത്തബഅ ദിക്ര, ഉത്ബോധനം പിൻപറ്റിയവർക്കാണ്. വഖശിയർ റഹ്മാൻ ബിൽ ഗൈബ്, ഗൈബിൽ വെച്ച് അള്ളാനെ പേടിക്കുകയും ചെയ്ത ആളുകൾ. കാണാതെ, അള്ളാനെ കാണാതെയാണല്ലോ പോയി പേടിക്കണേ. ഫബശ്ശിറുഹു, അത്തരം ആളുകൾക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കണം നബിയെ. ബിമഗ്ഫിറത്തിൻ, അവരുടെ പാപം പുറത്തു കൊടുക്കുമെന്നും വ അജ്രിൻ കരീം, ആദരണീയമായ പ്രതിഫലങ്ങൾ അവർക്കുണ്ടാകുമെന്നുമുള്ള സന്തോഷം ആർക്കറിയിച്ചു കൊടുക്കണം? മൻ ഖശിയർ റഹ്മാൻ ബിൽ ഗൈബ്. ഇതാണിപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കൂട്ടക്കാർ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദല്ലിൽ, പടച്ചനപ്പേടിയുള്ളവർക്ക് പലപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളാണ് യാസീൽ അങ്ങനെ പറഞ്ഞത്. ഒക്കെ എല്ലായിടത്തും ഒരേ കാര്യമാണ് പറയുന്നത്. ഇവിടെയൊക്കെ പറയുന്നുണ്ട് കാഫിര്യങ്ങൾ വിശ്വസിക്കില്ല, ഏത് വയലുകൊണ്ടും കാര്യമില്ല. ചില ആളുകൾ അല്ലാഹു തആല അവർക്ക് ഹിദായത്തിൻ്റെ വഴികളൊക്കെ അടച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരിപാടി അല്ലാഹു തആലക്ക് ഉണ്ട്. സീൽ വെക്കുക, ഹൃദയത്തിന് സീൽ വെക്കുക, അറിഞ്ഞിരിക്കണത്. അങ്ങനെ പണി അല്ലാഹു തആലക്ക് ഉണ്ട്. പിന്നെ അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അത് അല്ലാഹു തആല ചെയ്തത് ശരിയാണോ? അള്ളാഹ് അങ്ങനെ സീൽ വെച്ചുകൊണ്ടല്ലേ വിശ്വസിക്കാത്തത് എന്നുള്ള ആ ചോദ്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് പലപ്പോഴും ചോദ്യം ഉണ്ടാകൽ, അങ്ങനെയാണ് പലരും ചോദിക്കൽ. അപ്പോൾ മിഞ്ഞാന്നൊരു ക്ലാസ്സിൽ ഹജ്ജിന് പോകാത്തതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴേ, ഹജ്ജിന് പോകുന്ന ആളുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വിളിയാളം കേട്ടവരാണ്. അത് 4000 കൊല്ലം മുമ്പ് ആ വീടുണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബിനോട് അല്ലാഹു തആല വിളംബരം ചെയ്യാൻ പറഞ്ഞപ്പോൾ നബി ചോദിച്ചു, ആരാ പടച്ചോനെ കേൾക്കുക? ആരുമില്ലല്ലോ അവിടെ, ആ പാറക്കൂട്ടങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അല്ലാഹു പറഞ്ഞു, ഞാൻ കേൾപ്പിച്ചോളാം, നിങ്ങൾ വിളിച്ചാൽ മതി. ആ കേട്ടവരാണ് ഇപ്പോൾ ഈ പോണത്. ലബ്ബൈക്ക് അല്ലാഹുമ്മ. അപ്പോൾ കായിലായിട്ടും ഒരാൾക്ക് ഹജ്ജിന് തൗഫീഖില്ല, പോകാൻ തോന്നണില്ലെങ്കിൽ അത് വലിയ ലക്ഷണക്കേടാണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ചോദിക്കുകയാണ്, അപ്പോൾ അള്ളാഹ് ഒന്ന് കേൾപ്പിച്ചാത്തോണ്ടല്ലേ ഇവർ പോകാത്തത്? എനിക്കുള്ള മറുപടിയാണ് പറയാൻ പോണത്. പോകാത്തല കുറ്റമല്ലല്ലോ, കേട്ടോലൊക്കെ ലബ്ബൈക്ക് പറഞ്ഞു. ഉപ്പാൻ്റെ മുതുകിൽ വെച്ചിട്ട് നമ്മളൊക്കെ ഈ പോയാലൊക്കെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞിരിക്കണമെന്ന്. അവരാണിപ്പോൾ എന്താകുള്ളൂ, പോവുള്ളൂ. വല്ലാത്തൊരു കേൾപ്പിക്കലാണ്, അത്ഭുതകരമായ കേൾപ്പിക്കലാണ്. മശ്രിക്ക് മഗ്രിബിൻ്റെ ഇടയിൽ
ഖിയാമത്ത് നാളിന് മുമ്പ് ആരൊക്കെ ഹജ്ജിന് പോകുന്നുണ്ടോ ഓലൊക്കെ എന്നാൽ വിളി കേട്ടു എന്നുള്ളതാണ്. അപ്പോൾ പോണോലെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യമാണ്, അത് വല്ലാത്തൊരു കൂട്ടരാണ് പറഞ്ഞപ്പോൾ മറ്റോലെ അള്ളാഹ് കളിപ്പിക്കാത്തതുകൊണ്ടല്ലേ. അങ്ങനെ അള്ളാഹ്ക്കൊരു കുറ്റം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ടീമുണ്ട്, അതൊരു വിവരക്കേടാണ്. മറുപടി ആണെങ്കിൽ നിങ്ങളെന്നെ പറയും, നമ്മൾ ഇത്രയോട്ടും മറുപടി പറഞ്ഞ കാര്യമാണ്. കുഞ്ഞമ്പാക്ക് പറയണോ? കോയമ്പോണെ പറയാനായിട്ടാണ് ഞാൻ തന്നെ പറയാം. അതായത് ഒന്നും അന്ധമായിട്ടല്ല, അള്ളാഹു താല അവർക്ക് സീല വെക്കണം അന്ധമായിട്ടാണ് ഓരോടുള്ളൊരു എന്തെങ്കിലും വ്യക്തിവിരോധം കൊണ്ട് വെച്ചതൊന്നുമല്ല. അവരങ്ങനെയാണ് എന്ന് അള്ളാഹു താലക്ക് അറിയുന്നതുകൊണ്ട് അള്ളാഹു താല അങ്ങനെ ചെയ്തതാണ്. അതാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു താലക്ക് എല്ലാവരുടെ മനോഗതങ്ങളും നേരത്തെ അറിയും. നേരത്തെ അറിയുന്ന അല്ലാമൽ ഒയ്യൂബാണ് അള്ളാഹു താല. എല്ലാ അദൃശ്യവും എല്ലാവരും മനസ്ഥിതി അള്ളാഹു താലക്ക് അറിയും. നല്ല മനസ്സാരതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞില്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ജീവിപ്പിക്കണം എന്ന് അള്ളാഹു താല അന്തമായിട്ട് തീരുമാനിച്ചതല്ല, അതിന് അർഹൻ അദ്ദേഹമാണെന്ന് അള്ളാഹു താലക്ക് അറിയുന്നുണ്ട്. എന്നമാർക്ക് റസൂലുള്ളാഹിക്ക് എന്തേ അത് കിട്ടി, എന്തേ ഞങ്ങൾക്ക് കിട്ടാതിരുന്നത് വലിയ പല കൊമ്പന്മാരും വന്ന് പറഞ്ഞിരുന്നു. ചില ധിക്കാരികളൊക്കെ ഒന്നുമില്ലാത്തൊരു അനാഥനായിട്ട് ജനിച്ച മുഹമ്മദിനെയാണ് അപ്പോൾ അള്ളാഹു താല ആക്കാൻ കണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്ന് ഖുർആനിൽ ആ ചോദ്യം ഉദ്ധരിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. ലൗലാ ഉൻസില അലാ റജുലിൻ മിനൽ ഖർയതൈനി അളീം, ഈ രണ്ട് പട്ടണത്തിൽ നിന്നുള്ളൊരു ഭയങ്കരമായ ആൾക്ക് എന്ത് ചെയ്ത് ഇറക്കിക്കൂടേനെ അള്ളാഹു തആലക്ക്. മക്കയിലും ത്വായിഫിലുമുള്ള രണ്ട് പ്രധാനപ്പെട്ട നഗരത്തിൽ വലിയ വലിയ ഖുറൈശികളൊക്കെ ഉണ്ടായിരുന്നു. ഓലൊന്നും എന്തുകൊണ്ട് നബി ആക്കിയില്ല? ഇയാളെ പാക്കം കണ്ടാണ്. ഞാൻ അതോർത്ത് മറുപടി, അള്ളാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു, തൻ്റെ റിസാലത്ത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് അള്ളാഹ്ക്ക് വ്യക്തമായി അറിയാമെന്നാണ്. അത് ഈ ലോകത്ത് സൃഷ്ടികളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല അർഹൻ ആരാണ്, പുണ്യ നബിയാണെന്ന് അള്ളാഹു തആലക്ക് അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. ഇതാണ് മറുപടി. മനസ്സിലാക്കിക്കോളി, മറുപടി മനസ്സിലാക്കിക്കോളി. അപ്പോൾ ചിലവർ മർക്കടന്മാരാണ്, എത്ര വല്ല ദൃഷ്ടാന്തം കണ്ടാലും എന്താക്കൂല, വിശ്വസിക്കൂല. ദൃഷ്ടാന്തം കാണാത്തത് കൊണ്ടൊന്നുമല്ല, ബോധ്യപ്പെടാത്തതുകൊണ്ടുമല്ല. ചില മർക്കടമുഷ്ടി, അതിൻ്റെ ഒന്നാമത്തെ മൂത്താപ്പയായിരുന്നു അബൂജഹൽ. അബൂജഹലിന് നിങ്ങൾ എന്തെല്ലാം ചരിത്രങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു ചരിത്രം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന് നമ്മളെപ്പോഴും പറഞ്ഞ ചരിത്രമുണ്ട്. അബൂജഹൽ ഖുറൈശികളോട് എന്ത് പറഞ്ഞു, ഇനിയെങ്ങാനും മുഹമ്മദ് വന്നിട്ട് ഇവിടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈ നെറ്റൊക്കെ മണ്ണിൽ വെച്ച് സുജൂദ് ചെയ്യലുണ്ടാവുന്ന, അതൊരു പുതിയ സുജൂദായി നമുക്ക് മാത്രമേ ഉള്ളൂ. നെറ്റ് മണ്ണിലൊക്കെയല്ലേ ഉണ്ട് പറഞ്ഞു പോലെ ഖുറൈശികൾ. ഞാനങ്ങനെ കണ്ടാൽ ഞാൻ തല ചവിട്ടി ചീച്ചു എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് വൈകണതിന് മുമ്പ് റസൂൽ അവിടെ വന്ന് സുജൂദ് ചെയ്തു. ഇയാൾ ചവിട്ടാൻ വേണ്ടി പോയില്ലാറ് സ്പീഡിൽ ഇങ്ങോട്ട് അങ്ങനെ വരികയാണ്. അപ്പോൾ ഖുറൈശി വിളിച്ച് എന്തേന്ന് ചോദിച്ചു, ഇജ്ജ് മുസ്ലിം ആയോന്ന് ചോദിച്ചു. ഈ വരവ് കണ്ടിട്ട് ചവിട്ടാൻ പോയാലുള്ള എല്ലാവരും സ്പീഡിൽ തിരിച്ചു വരാനായിട്ട് മറ്റൊരു ചോദിക്കുകയാണ്, അല്ല മതം മാറിയോ? മതം മാറിയതല്ല. അലൈക്കും സലാം. എൻ്റെ മുഹമ്മദിൻ്റെ ഇടയിൽ ഖന്തക്, ചിറകുകൾ, ചിറകുകളുണ്ട്, ഒരു ഖന്തക്കും കണ്ടു. പിന്നെ എന്നെങ്ങനെ എൻ്റെ നേരം കണ്ട് ആണെങ്കിൽ ഹദീസൊന്നും മുസ്ലിമിൻ്റെ ഹദീസാണ്. ഹദീസൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. ഇതൊക്കെ എപ്പോഴും നമ്മൾ പറഞ്ഞതാ, ഹദീസ് ആയിരുന്നു തന്നെ ആയിക്കോട്ടെ. ഇതാ അവിടെ വയത്തക്കീബി യദേഹി, അബൂജഹൽ രണ്ട് കൈകൊണ്ട് ഇങ്ങനെയൊക്കെ തടുത്തുകൊണ്ടാണ് വരുന്നത്. ഇങ്ങനെ തടുക്കാനൊക്കെ നോക്കും. ഫക്കീലോ മാലക്ക, എന്തേ പറ്റി വെച്ചു. ഇന്ന ബൈനിയോ ബൈനോല ഖന്തക്കൻ, എൻ്റെയും മുഹമ്മദിൻ്റെ ഒരു ഖന്തക്ക്, മിന്നാർ തീയിനാലുള്ള ഒരു കടങ്ങ്, ഹൗലൻ ഭയാനകമായൊരു കാഴ്ചയും, അജ്നിയത്തൻ ചില ചിറകുകളെയും ഞാൻ കണ്ടു എന്ന്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിവേദനങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ, ലൗ ദനാ മിന്നി, അവനെങ്ങാനും എന്നെത്തോക്കുള്ള അടുത്തിരുന്നുവെങ്കിൽ ഇല്ലഖ്തഫതുഹുൽ മലായികത്തു, മലായികത്യങ്ങൾ അവനെ റാഞ്ചെടുക്കുമായിരുന്നു. ഉളുവൻ ഉളുവ, ഓൻ്റെ ഓരോ അവയവങ്ങളും തന്നെ മലക്കൾ പിടിച്ചിങ്ങനെ വേറെടുക്കും. മലക്കളായിരുന്നു അത്. റവാഹു മുസ്ലിം.
മുസ്ലിമിൻ്റെ ഹദീസാണ്. ഇതാരാണ്? അബൂജഹൽ. അങ്ങോട്ട് അബൂജഹൽ വിശ്വസിച്ചോ? അതാണ് സീൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബോധ്യപ്പെട്ടിരുന്നു അബൂജഹലിന് ഇത് സത്യം തന്നെയാണെന്നുള്ളത്. ആ ഖുർആൻ കേട്ടൊരു സംഭവം ഉണ്ടല്ലോ, റസൂലുള്ളാഹി വീട്ടിൽ ഖുർആൻ ഓതുന്ന കേട്ടിട്ട് അത് കേൾക്കാൻ പോവുക ഇയാൾക്ക് കേൾക്കാൻ കഴിയില്ല. അപ്പോൾ ഇയാളതിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, എന്താ എൻ്റെ പറ്റി പറയാനുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്താ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളും ബനൂ മനാഫും പണ്ടേ മത്സരത്തിലാണ്, ഞങ്ങൾ തമ്മിൽ പണ്ടേ മത്സരമാണ്. അപ്പോൾ ഞങ്ങളും കുറേ ദാനങ്ങൾ ചെയ്തു, അവരും ചെയ്തു. പേരിനും വേണ്ടി രണ്ട് കുടുംബങ്ങളും ഖുറൈശികളുടെ രണ്ട് താവയാണതേ, ബനൂ ഹാഷിമും അബൂജഹലിൻ്റെ വേറെ ടീമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓല കൂട്ടത്തിൽ നിന്നൊരു നബി ഉണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്കത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. ഓല കൂട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഒരു നബി വന്നു പറഞ്ഞാൽ ഞങ്ങൾക്കത് ഇതൊക്കെ തന്നെയല്ലേ സോക്കട്. അബൂജഹൽ പറഞ്ഞാണ്. അതിൻ്റെ പേരാണ് എന്തെന്നറിയോ? ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു തആല സീൽ വെച്ചു. വലാ സമ്മഹിം, കാതുകൾക്കും സീൽ വെച്ചു. വലാ അബ്സാരിഹിം ഇഷാവ, കണ്ണിനോ നല്ല മൂടിടുകയും ചെയ്തു. നിങ്ങൾക്ക് വേറെ സമയം കൽപ്പിച്ചു തരാം. ഈ മർക്കടമുഷ് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചുള്ള നിലയിൽ റിമാദ് എന്നൊരാളെ കഥ നിങ്ങൾ കേട്ടിക്കണോ? അരെ റിമാദ് കദിമ മക്ക, അയാൾ മക്കയിലേക്ക് വന്നു. പേര് റിമാദ് കേട്ടോ. വക്കാനമിൻ നസദ് ഷനുവ ഗോത്രക്കാരനാണ് അയാൾ. വക്കാന എർക്കീമിന് ഹാദരി, അയാൾ ഈ സൂക്കടിനെ മന്ത്രിക്കുന്ന ആളായിരുന്നു. അന്നത്തെ കാലത്ത് ഈ ഷെയ്ത്താൻ കൂടിയിട്ടുള്ളൊരു വഗലും സൂക്കടും പിരാന്തൊക്കെ ഉള്ള ആളുകൾക്ക് ചികിത്സിക്കുന്ന ആളായിരുന്നു. ആര്? റിമാദ് അലൈഹി വസല്ലം. അങ്ങനെ റിമാദ് മക്കയിലെത്തിയപ്പോൾ സമിയ സുഫ അലി മക്കത്തുള്ള ആളുകൾ പറഞ്ഞു, ഇന്ന മുഹമ്മദൻ മജ്നൂനൻ, മുഹമ്മദ് മജ്നൂനാണ് കേട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം. റിമാദ് വന്നിട്ട് റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കേണ്ട വെച്ചിട്ട് റിമാദ് എന്നല്ല ആര് വന്നാലും മക്കക്കാരെടുത്തിനൊരു നിലപാട് ഇതായിരുന്നു. ഇവിടെ സുഖമില്ലാത്ത ആളുണ്ട്, അയാളുടെ തീരെ നിങ്ങൾ പെടാൻ നിൽക്കണ്ട. സുഖമില്ലാത്ത ഒരാളുണ്ട്, പിരാന്തനാണ്. കണ്ടാണ് നിങ്ങൾ മുഖത്ത് നോക്കി റസൂലുള്ളാഹിനെ പിരാന്തെന്ന് വിളിച്ചിട്ട്. ഫഖാല, അപ്പോൾ ഇയാൾ പറയാണ്, ലവ് അന്യ റഅയ്തു ഹാദർ റജുല ലഅല്ലല്ലാഹു യശ്ഫി അലാ യദി, എന്നാൽ അയാളെ കാണുകയാണെങ്കിൽ ഞാൻ കാരണമായിട്ട് അള്ളാഹ് അയാൾക്ക് ഷിഫിയാക്കി കൂടാ ഇല്ല. ഞാൻ മന്ത്രിച്ച ആളാണല്ലോ, ഞാൻ സൂക്കടൊക്കെ മാറ്റുന്ന ആളാണല്ലോ, ഞാൻ നല്ലൊരു മന്ത്രിച്ചു തന്നെ അയാളെ ശരിയാക്കി കൂടാ ഇല്ല എന്ന് ഇയാൾ റിമാദ് ഒരു വർത്തമാനം കേട്ടാണ്. എന്താ ചെയ്യുക? ചുരുക്കി പറയാം, ഫലക്കിയഹു, വൈകാതെ നബി അയാളെ കണ്ടു. ഫഖാലപ്പോൾ ഇയാൾ പറയാ, മുഹമ്മദ് ഇന്നി അർക്കിമിൻ ആദരി, ഞാൻ ഈ പിരാന്തിനൊക്കെ ചികിത്സിക്കുന്ന ആളാണ് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. കരിമാജി കേൾക്കുന്നുണ്ടോ? നബിനെ കണ്ടപ്പോൾ ഇയാൾ പറയാണ്, ഞാനേ പിരാന്തിന് ചികിത്സിക്കുന്ന ആളാ. ഫഹല്ലക്ക, നിങ്ങൾക്ക് മന്ത്രിച്ചു തരണോ, നിങ്ങളെ പിരാന്തിയെ മാറ്റി തരണോന്ന് റസൂലുള്ളാഹിനോട്. ഇതൊക്കെ കേൾക്കണം ഈർഷ. നമുക്കൊന്നൊരു ചീത്തയും കേൾക്കാൻ പാടില്ല എന്നാണല്ലോ നമ്മളൊരു വാദം. എന്തൊക്കെ കേട്ടത് നിങ്ങൾ? ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി പറഞ്ഞത് എപ്പോൾ? ഈ പിരാന്തി ഞാൻ മാറ്റിത്തരാം, ഞാൻ മന്ത്രിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അയാളോട് തങ്ങൾ പറയണേ എന്താണ്? ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. ഇത്രേ പറഞ്ഞുള്ളൂ നബി. നമ്മൾ പ്രസംഗത്തിൻ്റെ കാമുകമായിട്ട് പറയുന്നൊരു അന്തും സ്വലാത്തും ഒരു തശഹൂദൊക്കെയാണ് പറഞ്ഞു. നിങ്ങൾക്ക് പോയി കേട്ടിട്ടൊന്നും തോന്നണില്ലല്ലോ. ഇയാൾ വലിയ സാഹിത്യകാരനാണ്, അറബി സാഹിത്യമൊക്കെ ആസ്വദിക്കാൻ കഴിവുള്ള ആളാണ്. ഫഖാല, ഇത് കേട്ടിട്ട് റിമാദ് പറയാണ്, അഹിദ് അലയ്യ കലിമാത്തിക്ക ഹൗലായി, ഈ വചനങ്ങൾ ഒന്നും കൂടെ എൻ്റെ മേൽ മടക്കിയാന്ന്, ഒന്നും കൂടി ഇത് പറഞ്ഞു തന്നാന്ന് റസൂലുള്ളാഹിനോട് പറയാണ്. കേട്ടിട്ട് അയാൾക്ക് പൂതി കഴിഞ്ഞില്ല. ഫഅഅദഹുന്ന അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ഒന്നും കൂടി പറഞ്ഞു കൊടുത്തു. സലാസ മറാത്തിൻ, 3 വട്ടം പറഞ്ഞു കൊടുത്തു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനു മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു. ഒരാൾക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകിയാൽ അവന് തെറ്റിക്കാൻ പിന്നെ ആരെ കൊണ്ടും കഴിയൂല. വമൻ യുദ്ലിൽ, ഒരാൾക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഫലാ ഹാദിയ ലഹു, അവനെ ഹിദായത്താക്കാനും ആരുമില്ല. ഇതാണ് പറഞ്ഞത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ആരാധനീയതുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഇതാണ് പറഞ്ഞത്. ഇതാണ് കേട്ടപ്പോൾ കാല അയാൾ പറയാണ്,
ലക്കത് സമയത്തു കൗലൽ കാനത്തി വ കൗല സഹറത്തി വ കൗല ഷൊറായി, ജ്യോത്സ്യന്മാരുടെയും കവികളുടെയും അതുപോലെ തന്നെ പിന്നെ സാഹിര്യങ്ങളുടെയും വാക്കുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആഭിചാരക്കാരുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ കേട്ടതാണ്. പക്ഷേ ഫമാ സൈമത്തും ഇത് കലിമാത്തിക്ക ഹൗലായി, ഇതുപോലത്തെ ഒരു വചനങ്ങൾ ഇതിന് തുല്യമായത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഫകാല വലക്കത് ബലഗന കാമുസൽ ബഹരി ഹാത്തി അതൊക്കെ ഉപായക്ക അല്ല ഇസ്ലാം, നിങ്ങളെ കയ്യത്ത് നീട്ടി തരും, ഞാൻ മുസ്ലിം ആട്ടെ. ഇസ്ലാം റഹ്മത്തുള്ളാ ഇയാൾ പറയാണ്, റിമാദ് പറയാണ് റസൂലുള്ളാഹിനോട്, നബി അവിടുത്തെ കരം ഒന്നും ഇങ്ങോട്ട് നീട്ടി തരും, ഞാനൊന്ന് മുസ്ലിം ആകണം. മർക്കടമുഷില്ല, സീല് വന്നിട്ടില്ല, നിഷ്കളങ്കനാണ് റിമാദ്. റിമാദ് മുസ്ലിമായി. ഇങ്ങോട്ടോക്കി റവാ മുസ്ലിമിൻ്റെ ഹദീസാണ്, സ്വഹീഹ് മുസ്ലിമിൻ്റെ ഹദീസാണിത്. ദലായിൽ നുബൂവത്തിൽ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയണത് മർക്കടമുഷിയുള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ ഖുർആൻ തന്നെ കേൾക്കേണ്ടി വന്നില്ല. റസൂൽ എന്നിട്ട് ആമുഖം കേട്ടപ്പോഴത്തിന് റസൂലോ നിരക്ഷരനാണ്, സ്വന്തം പേര് പോലും എഴുതാനും വായിക്കാനും അറിയാത്ത ആളാണ്. സ്വന്തം പേര് എഴുതാനറിയോ? ഒരുത്തനെ എഴുതിയാൽ വായിക്കാനറിയോ? മുഹമ്മദ് റസൂൽ ഏതാ മുഹമ്മദ് ഏതാ റസൂൽ എന്ന് തങ്ങൾക്ക് വായിക്കാൻ കിട്ടുമായിരുന്നില്ല. അതാണ് എമ്പാടും ആയത്തുകൾ വിശ്വസിക്കണമെന്നുള്ളവർക്ക് എമ്പാടും മതിയായ ആയത്തുകൾ അല്ലാഹുവിൽ എന്താക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സാമ്പിളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്. ഏത് ഐറ്റത്തിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങളും ഇനി ഞങ്ങളോടൊന്ന് ചോദിക്കട്ടെ. കേട്ടോലും കുറേ ഉണ്ട്, കേൾക്കാത്തോലും ഉണ്ട്. കേട്ടോളി, ഇത് സംബന്ധമായിട്ടൊന്ന് കേട്ടോളി. ഒരുപാടുണ്ട്. ഒന്ന്, ഒരു വിഷത്തിൽ ഊട്ടപ്പെട്ടൊരു വാളുമായിട്ട് റസൂലുള്ളാഹിനെ വെട്ടാൻ വേണ്ടി മക്കത്തു നിന്നുള്ള മദീനത്തേക്ക് പോയല്ലോ. അയാൾ വെട്ടിയോ? അയാൾ മുസ്ലിമായി. അവിടെ കൂടി, മദീനത്തോടെ കൂടി മുസ്ലിമായി, നല്ലോണം ഇസ്ലാമൊക്കെ പഠിച്ചുകൊണ്ട് വന്ന് മക്കത്തുള്ള മുസ്ലിമാക്കാൻ വേണ്ടി തിരിച്ചു വന്ന ഒരാൾ. ഇയാൾ പോയത് എന്തിനാണ്? റസൂലുള്ളാഹിനെ വിഷത്തിൽ ഊട്ടപ്പെട്ട വാളുമായിട്ട് പോയി. അയാളുടെ പേരാണ് ഉമൈർ. ഉമൈർ മദീനത്തേക്ക് പോയത്, ഉമൈറിൻ്റെ മകൻ വഹബ് ഉഹദിൽ ബന്ദിയായിരുന്നു. ബദർ യുദ്ധത്തിൽ മുശ്രിക്കീങ്ങളുടെ പക്ഷത്ത് പങ്കെടുത്ത് മുസ്ലിങ്ങൾ ബന്ദിയാക്കി 70 ആളെ പിടിച്ചില്ലേ? 70 യുദ്ധത്തടവുകാരുണ്ടായിരുന്നു ബദറിൽ. അവരെന്താ ചെയ്യേണ്ടതെന്നുള്ള ചർച്ച ഉണ്ടായി. അങ്ങനെ അവരെ പ്രായശ്ചിത്തത്തിൻ്റെ പേരിൽ വിട്ടേക്കെന്നുള്ള തീരുമാനത്തിലെത്തുകയും അല്ലാഹുവിൽ അതിൽ റസൂലുള്ളാഹിനെ തിരുത്തൊക്കെ ചെയ്ത സംഭവമുണ്ട്. അങ്ങനെ ഓരോരുത്തരും പ്രായശ്ചിത്തമായിട്ട് വരികയാണ്. ആരെ മോചിപ്പിക്കാൻ വേണ്ടി? മക്കളെ മോചിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഉമൈർ അതിന് വന്നതാണ്. എൻ്റെ മകനെ കൊണ്ടുപോകാനാണെന്നും പറഞ്ഞു വന്നതാണ്. ഉമൈർ സഫ്വാനുമായിട്ടൊരു ചർച്ച നടത്തിയാണ് ഹിജ്റിൽ ഇരുന്നിട്ട്. ഇവിടെ ഹിജ്റുണ്ടല്ലോ, ഹിജ്ർ ഇസ്മായിൽ പറഞ്ഞ കാബൻ്റെ ഹിജ്ർ ഇസ്മായിൽ ഇരുന്നിട്ട് ഇവരുണ്ടാവും ബദറിൻ്റെ പിറ്റേ ആഴ്ച അവർക്ക് പറ്റിയ ദുരന്തത്തെക്കുറിച്ചും അപകടത്തെക്കുറിച്ചും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ തല തൊട്ടപ്പന്മാരൊക്കെ പോയി. ഭയങ്കര പരുക്കാണ് ബദറിൽ മക്കയ്ക്ക് ഉണ്ടായത്. മക്കൾക്ക് അതിനെപ്പറ്റി പോലും ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാളും ഇങ്ങനെ സങ്കടം പറയാണ്. സഫ്വാൻ്റെ ഉപ്പ ഉമയ്യത്ത് വലിയ കുറേശികൾ വലിയ അതാ ചങ്ങായിക്കോടെ പണിഞ്ഞു ബദറിൽ വീണയപ്പെട്ട ആളാണ്. അപ്പോൾ എന്താ ഇപ്പം നമ്മൾ ചെയ്യാമെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഉമൈർ പറഞ്ഞു, എനിക്ക് കുറേ കടങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, കുട്ടികളും മക്കളൊക്കെ. അതില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ മദീനത്താണ് പോയിട്ട് ഞാനൊരു ചാവേറായിട്ട് പോയിട്ട് മുഹമ്മദിനെ വെട്ടുമായിരുന്നു. ഉടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ്വാൻ പറയാണ്, അത് ഞാൻ ഏറ്റു, എൻ്റെ കടം ഞാൻ വെട്ടിക്കോളാം, കുട്ടികളെ ഞാൻ നോക്കിക്കോളാം, ഇജ്ജ് പോയിക്കോറും, ധൈര്യമായിട്ട് പോയിക്കോറും. ഒരു ബാളുമായിട്ട് പോയതാണ്. ഉമർ ഫാറൂഖ് തടഞ്ഞു, ഈ വാളുമായിട്ട് വരണുണ്ടാവും. അപ്പോൾ റസൂലുള്ളാഹിനോട് പോന്നോട്ടെയാണ്, നമ്മൾ വിട്ടാളാണ്. റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ഈ വാളും കൊണ്ട് ചെല്ലുകയാണ്. എന്തിനാ പോകുന്നത് ചോദിച്ചു. ഞാൻ മോനെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ എന്തിനാ വാള് ചോദിച്ചു. അല്ല, വാളൊരു നല്ല സാധനമല്ലായിരുന്നു ഇയാൾ. അപ്പോൾ നബി അങ്ങോട്ട് പറഞ്ഞു, ഇയ്യും സഫ്വാനും പാടെ ഹിജ്റിൽ ഇരുന്നാണ്ട് ഇങ്ങനെ പറഞ്ഞില്ലേ, കടക്ക് വാങ്ങിയിട്ടൊക്കെ വന്നു, അങ്ങനെ എന്നെ കൊല്ലാൻ വേണ്ടി വന്നല്ലേ ചോദിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നെ പറഞ്ഞത്. കാരണം അയാൾ നിഷ്കളങ്കൻ, അയാൾക്ക് ബോധ്യമായി. ആരും അറിയാതെ സഫ്വാനും ഇയാളും എല്ലാവരും അള്ള മാത്രമേ അറിയുള്ളൂ. അള്ളൊക്കെ ഇവർക്കുണ്ട്. ആർക്ക്? അബൂജഹലിനുണ്ട്, ഇവർക്കൊക്കെ അള്ളൊക്കെ ഉണ്ട്.
അള്ളാഹ്ക്ക് ഉണ്ട്. പക്ഷേ അള്ളാഹ്ക്ക് എന്തൊക്കെയോ തകരാറുകളുണ്ട് പോലെ അള്ളാഹ്ക്ക് കുറേ പങ്കാളികളും എല്ലാവരും കൂടെ വേണമെന്നുള്ളതാണ്. അങ്ങനെ അല്ലല്ലാതെ ഒരാളും അറിയാത്ത ഒരു കാര്യം ഇവിടെ മദീനത്ത് എത്തിയെങ്കിൽ അള്ളാഹിൻ്റെ വഹി കിട്ടുന്ന ആളാന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ വിശ്വസിച്ചു. ഇനി പോകണില്ല, മക്കത്തേക്ക് പോകണില്ല. മദീനത്ത് നിന്നിട്ട് റസൂലുള്ള സ്വഹാബത്തിനെ ഏൽപ്പിച്ചു കൊടുത്തു ഖുർആൻ പഠിപ്പിക്കാനും അയാളെ സംസ്കരിക്കാനും വേണ്ടി. അങ്ങനെ അയാൾ നല്ല പഠനം നടത്തിയിട്ട് സഫ്വാൻ്റെ അടുത്തേക്ക് പോയി. പഴയ ചങ്ങായിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയി. സഫ്വാൻ വിശ്വസിച്ചില്ല. സഫ്വാൻ ഞാൻ ഇല്ല. എന്താ ഇത് മക്ക പത്തായപ്പോൾ സഫ്വാനും എന്തായി? എല്ലാവർക്കും ബോധ്യമില്ലേ? എന്തായി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഈ ചരിത്രങ്ങളൊക്കെ ഒന്ന്. എല്ലാവരും ഇപ്പോൾ ഈ വെട്ടാൻ പോയാൽ മാത്രമല്ല, എല്ലാവരും റസൂലുള്ളാഹിൻ്റെ അനുയായികളായി മാറുകയാണ്. അതിൽ ഓർക്കേണ്ട ഒരു വാക്കാണ് അന്ന് സുമാമത്ത് ബിൻ ഉസാലിൻ്റെ വാക്ക്. അദ്ദേഹം ഇതേമാർക്കുള്ള ശത്രുവായിരുന്നു. അയാൾ പിന്നെ ഇതേമാർക്ക് മദീനത്തെ പള്ളിയിൽ കെട്ടിയിട്ട് വേളെ മന്ദിരം പിടിച്ചിട്ട് സ്വഹാബികൾ മദീനത്തെ പള്ളിയിൽ തൂണുമ്പോൾ കെട്ടിയിട്ട ആളാണ് ആര്? സുമാമത്ത്. 2 ദിവസം 3 ദിവസം മദീനത്തെ പള്ളിയിൽ മുസ്ലിങ്ങൾ നിസ്കരിക്കണമൊക്കെ കണ്ട് പിന്നെ റസൂലുള്ളാഹി നിരുപാധികമായിട്ട് 3-ാം ദിവസം പോകാൻ പറഞ്ഞപ്പോൾ ഇയാൾ പോയിട്ട് കുളിച്ച് വന്നാണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി പറയാണ്, എനിക്ക് ഈ ഭൂമുഖത്ത് ഏറ്റവും വെറുപ്പുള്ള ആളുകളായിരുന്നു. നിങ്ങളെ കൊല്ലലിന് എൻ്റെ ഏറ്റവും വലിയ പൂതി. ഏറ്റവും വെറുക്കപ്പെട്ട രാജ്യം മദീനയായിരുന്നു. ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഖം ഈ ഭൂമുഖത്ത് നിങ്ങളെ മുഖമാണ് നബിയെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് റസൂലുള്ളാഹിൻ്റെ സ്വഭാവം കണ്ടിട്ട് ആകർഷിച്ചതാണ്. ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ നബി തന്നെയാണ് എനിക്ക് ബോധ്യമായിരുന്നു. 3 ദിവസം മദീനത്ത് കിട്ടിയിട്ടപ്പോഴേ വലിയ ചരിത്രമല്ലേ സുമാമത്ത് റളിയല്ലാഹുവിൻ്റെ ചരിത്രം ബുഖാരിയിലൊക്കെ ഉള്ളത്. നിഷ്കളങ്കരാണോ? അതിന്നും അങ്ങനെയാണ്. മർക്കടമുഷിയാണോ? നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക്? അത്രേ ഉള്ളൂ. അല്ലാഹു തആല ഒരാളോടും ദുൽമ ചെയ്യണില്ല. അല്ലാഹു തആല മതിയായ തെളിവ് അയച്ചിട്ടുണ്ട്. അതിനൊക്കെ പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ മനസ്സിൽ തന്നെ ഒരു വായുതൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു കുറ്റബോധം എന്നുള്ളൊരു സംഗതി, ഒരു മനഃസാക്ഷി എന്നുള്ളൊരു സംഗതി എല്ലാവർക്കും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ്റെ പ്രകൃതം അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാൻ പാകത്തിലാണുള്ളത്. എല്ലാവരുടെ മനസ്സും അബൂജഹലിൻ്റെത് അങ്ങനെയാണ്, ഏത് ചങ്ങായിൻ്റെത് അങ്ങനെ. വിശ്വസിക്കാതിരിക്കാനാണ് കുറേ പണി, വിശ്വസിക്കാൻ എളുപ്പമാണ്. വിശ്വസിക്കാനും മൂമിനായിട്ട് ജീവിക്കാനും വളരെ എളുപ്പമായിട്ടുള്ള പരിശുദ്ധ പ്രകൃതത്തോടെയാണ് എല്ലാവരെയും അല്ലാഹു തആല പഠിച്ചത്. കുല്ലു മൗലൂദിൻ യൂലദുൽ ഫിത്ര, ഏതൊരു മനുഷ്യനെയും പരിശുദ്ധ പ്രകൃതത്തിലാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. സുമ്മ അബവാഹു യുഹവിദാനിഹി യുനസ്റാനിഹി യുമജ്ജിസാനിഹി, കുട്ടികളെ യഹൂദി നസ്രാനി മജൂസൊക്കെ ആക്കണത് ഉമ്മയും ബാപ്പയാണ് പറഞ്ഞില്ലേ. ആ പരിശുദ്ധ പ്രകൃതത്തിന് പരിക്ക് പറ്റിയ അപ്പോൾ അവിശ്വാസിയാവും. ഇതാണ് ഈ പറയുന്നത്. ഈ സീല് വെക്കുന്ന അവസ്ഥ ഞാൻ എന്താ നിങ്ങൾക്കറിയോ? ആ പരിശുദ്ധമായ പ്രകൃതത്തിന് അല്ലാഹു തആല ആ പ്രകൃതത്തിൽ സൃഷ്ടിച്ചു. എന്നിട്ട് അല്ലാഹു തആല ഇങ്ങനെ കിതാബ് ഇറക്കി തന്നു, പ്രവാചകന്മാരെ വിട്ടു. ബോധ്യപ്പെടുന്നവർക്ക് അള്ളാഹിനെ കണ്ടമാർക്ക് വിശ്വസിക്കാവുന്ന എല്ലാ സാഹചര്യവും അല്ലാഹു തആല ഉണ്ടാക്കി. ഇങ്ങോട്ട് നിഷേധിച്ചേ മതിയാകുള്ളൂ എന്നുള്ള വാശിയിൽ നടക്കുന്ന ആളുകളുണ്ടല്ലോ, ഓരോട് അല്ലാഹു തആല സ്വീകരിക്കുന്നൊരു നിലപാടാണ് എന്ത്? ഈ സീൽ വെക്കണമെന്ന പരിപാടി. അതിനെ സംബന്ധിച്ച് തഫ്സീറിൽ പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ കളിപ്പിച്ചു തരാം. ആ സീൽ വെക്കൽ പരിപാടി എന്താണെന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇന്നൽ മൂമിന, ഒരു മൂമിനായിരിക്കുന്ന മനുഷ്യൻ, ഇതാ അദനബ ദമ്പൻ, അവനൊരു തെറ്റ് ചെയ്യുമ്പോൾ, കാനത്ത് നുക്തൻ സൗദാഫി കൽബി, അത് അവൻ്റെ ഹൃദയത്തിലൊരു കറുത്ത പുള്ളിയായിട്ട് ആ തെറ്റ് അതിൻ്റെ കറ ഉണ്ടാവും. ഫൈൻ താബ വ നസഅ വസ്തഗ്ഫറ, അവൻ പശ്ചാത്തപിക്കുകയും പൊറുക്കൽ തേടുകയും ചെയ്താൽ സകല കൽബും അവൻ്റെ ഹൃദയം എന്താവും? ക്ലിയർ ആവും. വൈൻ സാദ, ഇനി തെറ്റുകുറ്റങ്ങളെ അവൻ അധികരിപ്പിച്ചാൽ സാദത്ത്, ഈ കറയും അധികരിക്കും. അത്താ തഅലുവ കൽബഹു, കറകൾ അവൻ്റെ കൽബിനെ മൂടിക്കളയും. ഫദാലിക റാൻ, അതാണ് റാൻ, കറ. അല്ലദീ ഖാല അല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞ, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്യുന്ന കർമ്മങ്ങൾ അവരെ കൽബിൽ കറ വീഴ്ത്തിയിരിക്കുന്നു എന്ന് ഖുർആനിൽ പറഞ്ഞ കറ ഈ കറയാണ്. ഇത് ആ പൂട്ടൻ്റെ തുടക്ക. ഇനി ഇതിൻ്റെ നേരെ ശേഷം ഇബ്നു ജരീർ തങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞത് ഒരു ഹദീസ് കേട്ടോളിയും. ഫഅഖ്ബറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ദുനൂബ, പാപങ്ങൾ, ഇദാ തതാബഅത് അലൽ ഖുലൂബി, അത് ഹൃദയങ്ങളുടെ മേൽ നിരന്തരം വന്നു കഴിഞ്ഞാൽ അഗ്ലഖത്ത് ഹാ, പാപങ്ങൾ അതിനെ പൂട്ടിക്കളയും. പൂട്ടിടുക അറിയില്ലേ, അമത്താവും പൂട്ടൊക്കെ ഇടൂലേ, അതിനാണ് ഖിലാക്ക്, പൂട്ട് എന്ന് പറയുന്നത്. പാപങ്ങളുടെ ആധിക്യം കൽബിൽ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാക്കും. മനസ്സിലായോ? വൈദാഖത്ത് ഹാ, അങ്ങനെ പാപങ്ങളും തിന്മകളും ഹൃദയങ്ങളെ പൂട്ടിക്കഴിഞ്ഞാൽ അതാഹ ഹീന ഇതിനിൽ ഖത്തുമു മിൻ കിബലില്ലാഹി തആല, അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള ഖത്തുമ് വരും. ഖത്തുമ് പറഞ്ഞാൽ ജയ്സ സീൽ, ഖാത്തം എന്നറിയില്ലേ, മോതിരത്തിനും ഖാത്തം പറയും, സീലിനും. റസൂലുള്ളാഹിൻ്റെ മോതിരം തന്നെയായിരുന്നു സീല്. മുഹമ്മദ് റസൂലുള്ളാഹി എന്നായിരുന്നു ആ അയൽമത്തെ ചിത്രപ്പണി, അതായിരുന്നു സീൽ വെക്കൽ. രാജാക്കന്മാർക്കൊക്കെ കത്തൊക്കെ എഴുതുമ്പോഴേ മോതിരത്തിനും ഖാത്തം പറയും, സീലിനും ഖാത്തം പറയും. റസൂലുള്ളാഹിക്ക് അങ്ങനെ ഒരു മോതിരം ഉണ്ടായിരുന്നു. ആരോ മോതിരമുള്ള സുന്നത്തുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. മോതിരമുള്ള സുന്നത്താണ് നാം പുരുഷന്മാർ. ഒരു മോതിരം വലത്തെ കൈയിൻ്റെ ചിരരന്മൽ, അതിൻ്റെ ഫസ്സും ഒക്കെ അടീക്കാണ് കോലത്തിലാണ് ഏറ്റവും മുന്തിയ രൂപം. ഖാത്തം മിൻ ഖിബലില്ലാഹി വത്തബഉ, സീൽ വെക്കലും വരും. ഫലാ യകൂനുൽ ഈമാനി ഇലൈഹ മസ്ലക്, പിന്നെ ഈമാനിലേക്ക് ഒരു വഴിയും പിന്നെ അവിടെ ഉണ്ടാവില്ല. ആ കൽബ് എന്തായി? ചിലവരൊക്കെ അപ്പം അങ്ങനെയാണ്, ആളെ പേരൊന്നും ഞാൻ പറയണില്ല. വലാലിൽ കുഫ്രി അന്ന മഖ്ലസ്, പിന്നെ സത്യനിഷേധത്തിന് യാതൊരു രക്ഷയോടെ കിട്ടൂല. ഈ അവസ്ഥ എന്നാൽ പാപങ്ങളുടെ ആധിക്യം, നിരന്തരമായ തെറ്റുകൾ ചെയ്യുക, കുറ്റബോധമേ ഇല്ല. ഇന്നലെ ഒരാൾ എന്നോട് വിളിച്ചിട്ട് പറയണ്, പിന്നെ കള്ളുടിച്ചോലോ, മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ ചങ്ങായിമാരൊപ്പം കൂടിയാണ്ട്, അപ്പോൾ വീണ്ടും കുടിക്കാൻ ഭയങ്കര കമ്പുണ്ട്, ഭയങ്കര ത്വര, കുടിച്ചാനിങ്ങനെ തോന്നാണ്. എന്താ ഞാൻ ചെയ്യും? കരയുന്നുണ്ട് ആളെ പേരൊക്കെ പറഞ്ഞു. ഞാൻ അറിയില്ല കേട്ടോ, ആളെ ഞാൻ അറിയില്ല. നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന ആളാണ്. ഇത് കേട്ടിട്ടാണ് നമുക്ക് വിളിച്ചത്. പല ചോദ്യങ്ങളും വരുന്നുണ്ട്, വിചിത്രമായ ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ദേഹച്ചക്ക് നമ്മൾ കഴിഞ്ഞ ചോദ്യം ആയത്തില്ല, അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ. ഈ ത്വര ഉണ്ടല്ലോ, കുടിക്കാനുള്ള ത്വര, അതാണ് ഹവൻ നഫ്സ്. നാളെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് പേടിച്ചിട്ട് എനിക്ക് നിയന്ത്രിച്ചാൽ സ്വർഗം കിട്ടും. പിന്നെ ഇത് അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇത്. ഏത്? കള്ളുടിച്ചതോ? ഈ കുറ്റബോധം ഉണ്ടായത്. എന്നിട്ട് എന്നെ വിളിച്ചല്ലേ അയാൾ, കരച്ചിലും വരുന്നുണ്ടായേക്ക്, കുടിച്ചങ്ങനെ മുട്ടുണ്ടായേക്ക്, അപ്പോഴേ വിളിക്കണേ. നല്ലതാണ്, നല്ലോണമാണ്. നിങ്ങൾക്ക് അല്ലാഹു തന്ന വലിയ ഭാഗ്യമാണ് പറഞ്ഞു. അതിന് ശുക്ർ ചെയ്തോ, മര്യാദയ്ക്ക് മാറി നിന്നോന്ന് പറഞ്ഞ്. അത് മുത്തക്കിങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞേ. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ, അവരെന്തെങ്കിലും തോന്നിയാസം ചെയ്താൽ, ഔ ളലമു അൻഫുസഹും, സ്വന്തം ശരീരത്തോട് അവർ അതിക്രമം പ്രവർത്തിച്ചാൽ, ദക്കറുല്ലാഹ്, അള്ളാഹ് എന്നുള്ള വിചാരമുണ്ടായിട്ട് ഫസ്തഗ്ഫിറൂ ലിദുനൂബി, അള്ളാഹിനോട് പാപങ്ങൾക്ക് വേണ്ടി ഒരു മാപിരക്കും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ആരാ പിന്നെ പുറത്ത് തരാനുള്ളത്? എന്താണ് ആ ശൈലികളൊന്നും ആലോചിക്കുന്നത്? വലം യുസ്റു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, തെറ്റ് ബോധ്യമായിട്ട് പിന്നെ തെറ്റിൽ ഉറച്ചു നിൽക്കൂല മുത്തക്കിങ്ങൾ. വലം യുസ്റു അലാ മാ ഫഅലൂ, ചെയ്ത പാപത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നവരല്ല, വഹും യഅലമൂൻ, തെറ്റാണെന്ന് ബോധ്യമായിട്ട്. അതല്ലേ ഇപ്പോൾ ഇവിടെ കാണുന്നത്. അവനെ കുടിച്ചാൽ അങ്ങനെ മുട്ടിയിട്ട് പോകും വിളിച്ചാണ്, അതിന് ഒഴിച്ചാൽ എന്തായാലും മാർഗം. നല്ലോണം പൊറുക്കലിനെ തെറിക്ക് പറഞ്ഞു ഞാനോട്. ഇത് വലിയൊരു സൗഭാഗ്യമാണെന്ന് തോന്നുന്നു, വായക്ക് വലിയ സമാധാനമായി ആണല്ലോ. വേറെ ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കണം, പറയണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പറയണോ? സുബി പറയാൻ പറയുന്നുണ്ട്. ഇച്ചിരി പറയണ്ടെന്നുള്ള അഭിപ്രായം, സുബിൻ്റെ അഭിപ്രായത്തിന് പറയട്ടോ. അത് ആൾ നേരിട്ട് വിളിച്ചാൽ, എല്ലാവരും മൂലേർ വിളിച്ചാൽ. മൂലേർ പറഞ്ഞ ഇതാണ്, ഒരാൾ റമദാൻ മാസത്തിൽ സംയോഗം ചെയ്താണ്ട് നോമ്പ് മുറിച്ചു, കല്യാണം കഴിച്ചിട്ടുമില്ല. എന്നിട്ട് പോയി അരി എത്തിങ്ങാനേക്ക് കൊടുത്താൽ മതിയോ എന്ന് ചോദ്യം. എങ്ങനെയുണ്ട്? വ്യഭിചാരാണ്. അരി എത്തിങ്ങാനേക്ക് കൊടുത്താൽ മതിയോ? അരി കൊടുത്തിട്ട് കാര്യമുണ്ടോ? അടിമനെ മോചിപ്പിക്കലാണ് കഫാറത്ത്. വ്യഭിചാരം ചെയ്താലും ഭാര്യനെ സംയോഗം ചെയ്താലും റമദാൻ മാസത്തിലെ പകൽ നോമ്പ് ഒരാൾ സംയോഗത്തിലൂടെ മുറിച്ചാൽ, വ്യഭിചാരമാണെങ്കിലും അല്ലെങ്കിലും ഭയങ്കര തെറ്റാണ്. വ്യഭിചാരമാണെങ്കിൽ പിന്നെ പറയണോ?
സ്വന്തം ഭാര്യനെ സംയോഗം ചെയ്യൽ നമുക്ക് എന്താണ് സുന്നത്തുള്ള കാര്യമാണ്. അതുപോലെ റമദാൻ മാസം ചെയ്ത ഭയങ്കര കുറ്റമായതുകൊണ്ടാണ് ഭയങ്കര കഫാറത്ത്. ഒരടിമനെ മോചിപ്പിക്കണം. അതിന് കഴിയൂലെങ്കിൽ 2 മാസം തുടരെ നോമ്പുകൾ. കാരണം 30 ദിവസമുള്ള 2 മാസമാണെങ്കിൽ 59-ാമത്തെ ദിവസം നോമ്പ് മുറിഞ്ഞാൽ പിന്നെ തലക്കന്ന് ഇതാണ് നല്ല ശിക്ഷ. അതിന് കഴിയൂലെങ്കിലാണ് ഇത് 60 മിസ്കിന്മാർക്ക് മുദ്ദ് കൊടുക്കേണ്ടത്. നോമ്പ് വെൽക്കാൻ കഴിയൂല എന്ന് പറയുന്നുണ്ട്. കാരണം അത് കഴിയാൻ പറ്റൂല അറിഞ്ഞാൽ അടിമനെപ്പം എന്തായാലും മോചിപ്പിക്കാൻ കഴിയില്ലല്ലോ. നോമ്പ് വെൽക്കാൻ കഴിയാത്തവർ തൽക്കാലം ആ വക പരിപാടിക്കും ഇന്നലെ തന്നെ അത് അല്ല പൊറുക്കണമെങ്കിൽ പഠിച്ചാൽ വ്യഭിചാരം കൂടിയല്ലേ. പൊറുക്കില്ലെന്ന് ഞാൻ പറയണില്ല. നല്ല തോബയാണെങ്കിൽ പൊറുക്കും. നല്ല തോബയാണെങ്കിൽ ഈ വർത്താനൊന്നും പറയില്ല. 2 മാസമെങ്കിൽ 2 മാസം ഞാൻ നോറ്റാളാന്നേ പറയുള്ളൂ. നാളെ നരകത്ത് കിടക്കുമ്പോൾ 2 മാസമല്ല കാലാകാലം പണയെ നോമ്പ് പോറ്റാലും തിരക്കടില്ല എന്ന് പറയും. വല്ലദീനലായദൂനമാഹർ, അവർ ശിർക്ക് ചെയ്യൂല. വല യഖ്തുലൂന നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖി, അന്യായമായൊരു ആത്മാവിനെ കൊല്ലുമില്ല. വല യസ്നൂന, വ്യഭിചരിക്കുകയുമില്ല. തൃപ്തിയും അങ്ങനെയാണ്. 1-ാമത്തെ ഏറ്റവും വലിയ തെറ്റ് ശിർക്ക്, 2-ാമത്തെ കൊല, 3-ാമത്തേത് വ്യഭിചാരം. വമൻ യഫ്അൽ ദാലിക, ഈ തെറ്റൊക്കെ ആരെങ്കിലും ചെയ്താൽ യൽക അസാമ, അവൻ രൂക്ഷമായ ശിക്ഷയാണ് നേരിടാൻ പോകുന്നത്. യുദാഅഫ് ലഹുൽ അദാബു യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ്റെ ശിക്ഷ ഇരട്ടിയാക്കപ്പെടും. വയഖ്ലുദ് ഫീഹി മുഹാന, നിന്ദ്യനായ ആ ശിക്ഷയിൽ അവനങ്ങനെ കഴിഞ്ഞു കൂടുകയും ചെയ്യും. ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹ, ഈ തെറ്റൊക്കെ ചെയ്തിട്ടൊരാൾ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് തൗബ ചെയ്താലൊക്കെ ഫൗലായിക്ക, അങ്ങനെ തൗബ ചെയ്ത ആളുകൾ യുബദ്ദിലുല്ലാഹു സയ്യാത്തിം ഹസനാത്ത്, അവരുടെ തിന്മകളെ അള്ളാഹു നന്മകളാക്കി മാറ്റും. റമദാൻ മാസത്തിൽ വ്യഭിചരിച്ചതൊക്കെ കാണാൻ ഹജ്ജ് ചെയ്തതായിട്ട് കാണും, കിതാബിട്ടും. അങ്ങനത്തെ ഒരു തൗബുണ്ട്. ഹജ്ജ് ചെയ്തമാർക്കാണെങ്കിൽ കര കാണാം ആ വ്യഭിചരിച്ചത് തിന്മകളെ നന്മകളാക്കി മാറ്റുക. തൗബക്കുള്ളത് അള്ളാഹിൻ്റെ അടുത്തുള്ള സീറ്റ് അങ്ങനെയാണ്. ഓൻ ചെയ്ത തെറ്റുകളൊക്കെ ഉണ്ടല്ലോ, ശിർക്ക്, കൊല, വ്യഭിചാരമൊക്കെ സൽക്കർമ്മങ്ങളായിട്ട് ഇങ്ങനെയാണ് കാണും കിതാബിൽ. തൗബക്ക് അള്ളാഹിൻ്റെ അടുത്ത് അത്രയും സ്ഥാനമുണ്ട്. കുറ്റബോധമാണ്. അതോ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങളൊന്നൊരു തെറ്റും ചെയ്യണില്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നൊരു കൂട്ടക്കാരെ ഞാൻ വേറെ കൊണ്ടുവരും. അള്ളാഹ് പറയാണ്, ഖുദ്സി ഹദീസാണ്. എന്നിട്ട് ഓരോ തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യാൻ കുറ്റബോധം ഉണ്ടല്ലോ, പടച്ചോനെ എന്നുള്ള ആ ഒരു കരച്ചിൽ കാണാൻ അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമാണെന്ന്. അല്ലാതെ കൊയന്ന തൗബ ചെയ്തിട്ട് കാര്യമില്ല. 2 മാസം നോമ്പ് വെക്കാനൊന്നും ചാവൂല, ഇച്ച് എത്തിങ്ങാനേക്ക് അരി കൊടുക്കാൻ ഒരു കരി മണയും വാങ്ങി കൊടുക്കാൻ, അതൊന്നും തൗബയല്ല, ഒന്നും പറ്റില്ല. എന്നാലും അവനിൽ ഉസ്താൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞല്ലോ, ഓൻ്റെ ഉസ്താൻ്റെ അടുത്ത് പോയി പറഞ്ഞു. ആ ഉസ്താദ് എനിക്ക് വിളിച്ച് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ഞാൻ ഉസ്താദിനെ അറിയില്ല, ഓനെ അറിയില്ല. എനിക്ക് ചോദ്യം എങ്ങനെ വരിക? അങ്ങനെയുണ്ട്. വേറൊരു കൂട്ടക്കാരെ പറ്റി സൂറത്ത് അൽവാക്കിയൽ ഇന്ന് നിങ്ങൾ ഓതുന്ന ആളുകളാണല്ലോ. അൽവാക്കിയ സൂറത്തിൽ നോക്കിയാണ് നിങ്ങൾ, വകാനു യുസ്റൂന അലൽ ഹിൻതിൽ അദീം, അതിഗുരുതരമായ പാപങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. ഡോക്കി വകാനു യഖൂലൂന, ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ഐദാ മിത്നാ വകുന്ന തുറാബൻ വഇലാമൻ അഇന്നാ ലമബ്ഊസൂൻ, നാം മരിച്ച് എല്ലും മണ്ണുമായാൽ പിന്നെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ? ആബാഉനൽ അവ്വലൂൻ, നമ്മുടെ പൂർവിക പിതാക്കളുമൊക്കെ പണ്ട് മരിച്ചുപോയ വ്യാപാരമൊക്കെ ഉണ്ടല്ലോ പോയി കിടക്കണ്, ഓലക്കഞ്ഞ് നീച്ചു വരിക മരിച്ച് മണ്ണായിട്ട് എന്നുള്ള നിലയുള്ള ആളുകൾ. വക്കാനു യുസ്റൂന അലൽ ഹിൻതിൽ അദീം, അതിഗുരുതരമായ തെറ്റുകളിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു അവർ. കുറ്റബോധമല്ല, മോരിയോടും പറയണില്ല, ഒരു റമദാൻ മാസമില്ല, മരിച്ചു പോയി ആക്കെ അപ്പം നോക്കാമെന്ന്. ആരിപ്പോൾ ഇതുവരെ മരിച്ചവരാരും നീച്ചു വന്നിട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെയുണ്ട് നോക്കി. ഇതാരെ പറ്റിയാൽ പറഞ്ഞറിയോ? വ അസ്ഹാബു ഷിമാൽ, ഇടത്തെ കയ്യിൽ കിതാബിട്ടുന്ന ആളുകൾ. മാ അസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷം എന്താണിത് പറയാൻ? അതൊക്കെ വാക്കുകൾക്ക് അതീതമാണ്. ഫീ സമൂമിൻ വ ഹമീം, സമൂമിലും ഹമീമിലുമാണ്. സമൂം തീക്കാറ്റ് എന്നാണ്.
രോമക്കുത്തിലേക്ക് തുളച്ചു കയറുന്ന കാറ്റാണ്. ഹമീം എന്ന് പറഞ്ഞാൽ ചുട്ടു തിളക്കുന്ന വെള്ളമാണ്. വലുല്ലിമ്യഹമവും കരിമ്പുകയുടെ തണലുമാണ് നാളെ നരകത്തിൽ. ലാബാരിദ് അത് കുളിരുള്ളതല്ല, വല കരീം സുഖപ്രദമല്ല. ഇന്നവും കാനോ കബല ദാലിക മുത്രഫീൻ അവർ ആ നരകപ്രവേശത്തിൻ്റെ മുമ്പ് ദുനിയാവിൽ സുഖലോലുപരായിരുന്നു എന്നാണ്. മുത്രഫ് ആഡംബരപ്രിയരും സുഖലോലുപരുമായിരുന്നു. വകാനു യുസ്റൂന അലൽ ഹിൻസിൽ അലീം അതിഗുരുതരമായ തെറ്റുകുറ്റങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. തെറ്റിങ്ങനെ ചെയ്യുന്നതോറും ഒരു കുറ്റബോധമില്ല, ഒരു പേടിയില്ല. ഈ പറഞ്ഞ രണ്ട് കക്ഷിക്കോരുണ്ട് കേട്ടോ. അവർക്ക് അല്ല നല്ല തോപ ചെയ്താൽ മതി. 2 മാസം നോമ്പ് വെക്കണം. കല്യാണം കഴിച്ചിട്ടില്ല, റമദാൻ മാസത്തിൽ ഇതിനൊക്കെ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ 2 മാസം നോമ്പ് വെക്കണം. കല്യാണം കഴിച്ചില്ല ചെറുപ്പക്കാരൻ നല്ല ചോര തലപ്പുണ്ടാവുമല്ലോ. 2 മാസം നോമ്പ് വെച്ച് പദം വരണവനൊക്കെ ഇഞ്ഞാവൊക്കെ പൂതിയിടാൻ നമ്മൾ 2 മാസമേ 96 മറക്കണുണ്ടല്ലേ കുഞ്ഞിപ്പോൾ. അപ്പോൾ 2 ഐറ്റം ആളുകളാണ്. ഇതൊരു കൂട്ടരാണ് സുഖലോലുപരായിട്ട് അങ്ങനെ നടക്കുക, തെറ്റുകളൊക്കെ ചെയ്യുക, യാതൊരു കുറ്റബോധമില്ലാതെ പോവുക, അങ്ങനത്തെ ഒരു കൂട്ടുകാർ. മറ്റൊരു മുത്തക്കിങ്ങളെ പറ്റി പറഞ്ഞത് വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ദലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസ്റു അലാ മാ ഫഅലു വഹും യഅലമൂൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായാൽ പിന്നെ ഒരിക്കലും തെറ്റിൽ ഉറച്ചു നിൽക്കൂല. ഉലൈക ജസാഉഹും മഗ്ഫിറത്തുൻ മിർ റബ്ബിഹിം വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ഫനിഅമ അജ്റുൽ ആമിലീൻ എന്നാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. അവർക്കുള്ള പ്രതിഫലം അല്ലാഹുവിൻ്റെ പാപമോക്ഷവും സ്വർഗീയ ആരാമങ്ങളുമാണ്. അതിലവർ നിത്യവാസികളാണ്. സുകൃതികൾക്കുള്ള പ്രതിഫലം എത്ര ഉത്കൃഷ്ടമാണ്. ഇതോ നരകത്തുക. ആ നരകം കിട്ടുമ്പോൾ പോലും ഇങ്ങനെ പറയാൻ തുടങ്ങും, പഠിച്ചോ റബ്ബന അഖ്രിജ്നാ മിന്നാ ഫൈനുദിനാ ഫൈന്നാ ളാലിമൂൻ ഒന്ന് നരകത്ത് നിന്ന് ഞങ്ങളെ പുറത്താക്കി തരണേ പഠിച്ചോനെ, മേല് ഞങ്ങളിത് ചെയ്യൂല എന്ന്. ആ ഒരു ഘട്ടങ്ങളൊന്നും ഇത്ര ശ്രദ്ധ കൂടാതെ പറഞ്ഞാലോ. റബ്ബന സമീനാ വഅബ്സർന ഇപ്പം ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ടു, ഇപ്പം ഞങ്ങൾ നല്ലോണം ബോധ്യമായി. ഫർജീന ഒന്ന് മടക്കിത്തരുമോ പഠിച്ചോനെ എന്നൊക്കെ കെഞ്ചണത് ആവർത്തിച്ച് കൂറാലുണ്ട്. ആ ഒരു രംഗം നിങ്ങൾ മനസ്സിൽ നിന്ന് കൊണ്ടുവന്ന് നോക്കി. ഒരു 2 മാസത്തെ നോമ്പിന് തയ്യാറുള്ളപ്പോൾ ഈ നരകം ഒന്ന് കഴിച്ചിലേക്ക് കിട്ടുകയാണെങ്കിൽ ഏതാണ് ആ നരകം? ദുനിയാവത്തെ തീയിനേക്കാൾ എത്ര ഇരട്ടിയാണ് ചൂട് പറഞ്ഞത്? 69 ഇരട്ടിയാണ്. ദുനിയാവിൽ തന്നെ പാറ ഉരുകണ തീയുണ്ട്. ലാവകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അത് നരകല്ല, അത് ദുനിയാവത്തെ തീയാണ്. ഒരു സൂചിക്കുത്തിൻ്റെ കോട്ടയ്ക്കോട്ടെ നരകത്തിൻ്റെ തീയ് മഷരിക്ക് നിങ്ങോട്ട് വരികയാണെങ്കിൽ മരുവിൽ നിൽക്കുന്ന തലച്ചോറ് തളച്ചു മറിയുന്നതാണ് പറയുന്നത്. അതാണ് ചൂട്, അതാണ് നരകത്തിൻ്റെ ചൂട്. ഒരു സെക്കൻഡ് സഹിക്കാൻ കഴിയില്ല, ഒരു സെക്കൻഡ് സഹിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. ഒക്കെ കാലാകാലമാണ്. യഖ്ലുദു ഫീഹി മുഹാന യുളാഅഫ് ലഹുൽ അദാബു യൗമുൽ ഖിയാമ നാളെ ഖിയാമത്ത് നാളിൽ ശിക്ഷ ഇരട്ടിയാക്കപ്പെടും. വയഖ്ലുദു ഫീഹി മുഹാന യഖ്ലുദു ഫീഹി അതിലവൻ നിത്യവാസം ചെയ്യും. മുഹാനൻ നിന്ദ്യനായി. അപ്പോഴാണ് അള്ളാഹിനോട് ഈ വിളിച്ചണോന്ന് ചോദിക്കണമൊക്കെ. അള്ളാഹ് ചോദിക്കലും ഇങ്ങനെയാണ്. അള്ളാഹ് എന്താ പറയുക? റബ്ബനാ അഖ്രിജ്നാ മിന്നാ ഫഇന്നുദിനാ ഫഇന്നാ ളാലിമൂൻ എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയും ഇഖ്സഉ ഫീഹാ വലാ തുകല്ലിമൂൻ മുണ്ടിപ്പോകരുത്, അവിടെ അമർന്ന് നിന്നോളണം എന്നുള്ള അതിൽ പറയും. ഇഖ്സഉ ഫീഹാ വലാ തുകല്ലിമൂൻ ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅന്ത ഖൈറുർ റാഹിമീൻ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ചില അടിയാറുകൾ എനിക്കുണ്ടായിരുന്നു. ഫത്തഖത്തുമൂൻ സിഹ്രിയൻ നിങ്ങൾ അവരെ മക്കാറാക്കി നടക്കുകയായിരുന്നു. നിങ്ങൾക്ക് ദുനിയാവിലത്തെ പണി. നല്ല അടിയാറുകളുണ്ടായിരുന്നു എനിക്ക്. അവരെ കളിയാക്കുക, പരിഹസിക്കുക. അൻസൗക്കും ദിക്രി എൻ്റെ സ്മരണയെ തൊട്ട് അവർ നിങ്ങളെ വിസ്മരിപ്പിച്ചു കളഞ്ഞു. ആര്? എൻ്റെ അടിമകൾ. എന്ന് വെച്ചാൽ അവരെ കളിയാക്കണതിൻ്റെ ഇടയിൽ എന്നെ ഓർക്കാനും നിങ്ങൾക്ക് ടൈമേ ഉണ്ടായില്ല. നിങ്ങൾ കളിയാക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ കുന്തും മിന്നും തൊതുഹക്കൂൻ നിങ്ങൾ അവരെ കാണുമ്പോൾ ചിരിക്കുകയായിരുന്നു. ഇന്നി ജസൈത്തുഹുമുൽ യൗമ ഇന്നിത് അവർക്ക് നല്ല പ്രതിഫലം ഞാൻ കൊടുത്തിരിക്കുന്നു. അന്നഹും ഹുമുൽ ഫായിസൂൻ അവർ തന്നെയാണ് വിജയികൾ. നമ്മളൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളൊക്കെ നല്ല മുഅ്മിനീങ്ങളായിട്ട് നടക്കുകയാണെങ്കിൽ നമ്മളെ കളിയാക്കാനൊക്കെ ആളുകളുണ്ടാവും. നമ്മളൊന്നും ആരും കളിയാക്കണില്ലല്ലോ.
ഏ മുജ്രിമീങ്ങൾക്ക് മുജ്രിമീങ്ങൾ എന്ന് പറഞ്ഞാൽ പാപികൾ. ആ പാപികൾ ഇപ്പോൾ രണ്ടായിട്ടുണ്ടെന്നുണ്ടല്ലേ, കുറ്റബോധമുള്ളവരുണ്ട്, മർക്കട മുഷ്ടിക്കാരുണ്ട്. കുറ്റബോധവും പശ്ചാത്താപമുള്ളവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്. അത് ഖാലിദീങ്ങളായ മുജ്രിമീങ്ങളെന്ന് കരുതിയാൽ മതി. മുജ്രിമീങ്ങൾ എന്ന് പറഞ്ഞാൽ പാപികൾ നേരത്തുള്ളൂ. മർക്കട മുഷ്ടിയുള്ളവരാണ് ഖാലിദാകുക. മടങ്ങിയവർക്ക് അല്ലാഹു തആല തൗബ എന്താക്കും, സ്വീകരിക്കും. മടങ്ങാതെ മരിച്ച മുസ്ലിങ്ങൾ നരകത്തേക്കാണ് പോവുക. പിന്നെ ഒരു കാലാകാലം നരകത്ത് കിടക്കൂല. ഓരോ ശിക്ഷക്കുള്ള അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ലാസ്റ്റ് സ്വർഗ്ഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ, അണുമണി തൂക്കം ഈമാനുള്ളവൻ നരകത്തിൽ നിന്ന് ഒഴിവാണെന്ന് പണ്ട് നമ്മൾ പാടിയിട്ടില്ലേ? അതങ്ങനെ തന്നെയാണ്. ഒരു അണുമണി തൂക്കം ഈമാനുണ്ട്, സൽക്കർമ്മങ്ങൾ പോലും ചെയ്തില്ലെങ്കിൽ പോലും ഒരു കാലത്ത് നരകത്തിൽ നിന്ന് എന്താവും, ഇനി പോനെ തീരെ നരകത്ത് കിടക്കാതെ അല്ലാഹു തആല നേരെ സ്വർഗ്ഗത്തിലാണ് കൊണ്ടുപോയാൽ ആർക്കും ചോദിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ അള്ളാൻ്റെ ഇഷ്ടമാണ്. എന്നാർക്കിപ്പോൾ ഈ ചങ്ങായിനോടും പറയാനുള്ളത് തന്നെയാണ്. 2 മാസം നോമ്പ് നോറ്റില്ല, അവൻ ഭയങ്കര കരച്ചിലും ഇതുമായിട്ട് അങ്ങനെ നടന്നു. ഓനെ അള്ളാഹ് പുറത്തു കൊടുക്കില്ലെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ നിയമത്തിൻ്റെ വഴിക്ക് പോകുമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. നിയമം എഴുതി വെച്ചിട്ട് അങ്ങനെയാണ്. അടിമനെ മോചിപ്പിക്കാൻ കയ്യൂലെങ്കിൽ എന്നാലും സത്യത്തിൻ്റെ കഫാർത്ത് പറഞ്ഞ് പിന്നെയും കേട്ടുപോകുമ്പോൾ കുറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് അവിടെ അടിമനെ മോചിപ്പിക്കുകയോ 10 ഭക്ഷണം കൊടുക്കുകയോ 10 ഡ്രസ്സ് കൊടുക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ മുൻഗണന അടിമനക്കില്ല. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വന്നായിട്ട് എനിക്ക് തോന്നുന്നത്. അടിമനെ മോചിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ 10 ഭക്ഷണം 10 വസ്ത്രം, അങ്ങനെയല്ല. അടിമനെ മോചിപ്പിക്കുകയോ അല്ലെങ്കിൽ 10 ഡ്രസ്സ് കൊടുക്കുകയോ അല്ലെങ്കിൽ 10 ഭക്ഷണം കൊടുക്കുകയോ എന്നുള്ളത് 3 ലിസ്റ്റുകൾ എടുക്കുക. അത് 3 കഴിയൂലെങ്കിൽ 3 ദിവസം നോമ്പൊലിക്കുക എന്നാണ് അവിടെ സത്യം വെച്ച് പേച്ചാൾ ചെയ്യേണ്ടത്. ഇസ്ലാമിലിങ്ങനെ അടിമത്താണ് പറഞ്ഞിട്ട് ചിലർ കളിയൊക്കെ ഉണ്ട്. ഇസ്ലാം കണ്ടാണ് നിങ്ങൾ ഈ ആദ്യ കുറ്റത്തിനൊക്കെ പ്രായശ്ചിത്തം പറഞ്ഞാൽ അടിമനെ മോചിപ്പിക്കണം. അങ്ങനെ അടിമത്ത സമ്പ്രദായം ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമമാണെന്ന് ഇസ്ലാം നടത്തിയിട്ടുള്ളത്. അങ്ങനെ അടിമകളെ ഇല്ലാതെയാക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീലൊക്കെ എന്നുള്ളതിനെ പറ്റി ഇപ്പോൾ ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് അല്ല പഠിച്ചവനെ അങ്ങനെ പറയില്ലോ. ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ചെറിയൊരു വിഷയം അല്ല നമുക്ക് വിട്ടു നിൽക്കണം. ഒരു തെരഞ്ഞെടുപ്പ് കസ്ബ് എന്നാണ് അതിനെ പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു സുബൈക്ക് പള്ളിയിൽ നിന്ന് വാങ്ങുകയാണ് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ പോകണം എന്നുള്ളത് മാത്രമേ വരലുള്ളൂ. ഈ കാരണം ചില കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പോകണ്ട എന്നിങ്ങനെ അപ്പോൾ നമ്മൾ പോകുന്നതാണ് തീരുമാനിച്ചു അപ്പോൾ പോകുമല്ലോ. അത് നമ്മൾ അനുഭവിക്കണമല്ലേ. ഇനിയിപ്പോൾ എന്നാൽ നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് റോട്ടിൽ ഒരു സുന്ദരിയായിരിക്കുന്ന പെണ്ണിങ്ങനെ പോകുന്നുണ്ട്, നോക്കണ്ട രണ്ടും ഇങ്ങനെ വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കും, ചിലപ്പോൾ നമ്മൾ നോക്കാതിരിക്കും. അത് നമുക്കുള്ള ഇഷ്ടമാണ്. നോക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നോക്കാനുള്ള കഴിവൊക്കെ അല്ലാഹു തആല തരും, നോക്കിപ്പിച്ചും ചെയ്യും. നോക്കണ്ട തീരുമാനിച്ചാൽ അപ്പോൾ അല്ലാഹു തആല അതിനും ആ ഒരു തീരുമാനം അത് നമുക്കുണ്ട്. നിങ്ങൾ പറയും എല്ലാം നിങ്ങൾ അല്ലാനാക്കല്ലേ. അങ്ങനെ കൂട്ടക്കാരുണ്ട്, ജബിരിയാക്കൾ എന്ന് പറയും. മുർജിയത്ത് എന്ന് കൊണ്ടൊരു ടീമുണ്ട്. ഓല് പറഞ്ഞാൽ നമുക്കൊന്നുമില്ല, നമ്മൾ കൊശവൻ്റെ കയ്യിലെ മണ്ണിൻ്റെ മരക്കാണ്. കൊശവൻ ഉദ്ദേശിക്കുന്ന മരക്കൊക്കെ മണ്ണിനെ ചട്ടിയാക്കും, പത്തിരി ചട്ടിയാക്കും, കുടുക്കയാക്കും, കൂജയൊക്കെ ആക്കും. മണ്ണിന് പറയാൻ പറ്റും എന്നെ കൂജയാക്കിയാൽ മതി, എന്നെ ചട്ടിയാക്കണ്ടെന്ന്. മണ്ണിന് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ കൂട്ടക്കാരുണ്ട് മുർജിയത്ത്. നമ്മളങ്ങനെയല്ല. നമുക്ക് ചെറുതായിട്ടൊരു സ്വാതന്ത്ര്യം, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു ഓപ്ഷനോ എന്താ പറയുക, ചോയ്സ്, അതിനെ തിരഞ്ഞെടുപ്പ് അത് നമുക്കുണ്ട് എന്നാണ് പറയുന്നത്. അതെ, ഇഖ്തിയാർ കസ്ബ് എന്നൊക്കെ പറയും അതിനെപ്പറ്റി. അത് നിങ്ങൾ അതിനെപ്പറ്റി ഇപ്പോൾ അവനവൻ്റെ സ്വന്തം അനുഭവം നോക്കിയാൽ തന്നെ മതി. ഏതിപ്പോൾ ഖുർആൻ ക്ലാസ്സിൽ നിന്ന് പോകണ്ടേ ചിലപ്പോൾ ഒരു ഏടാട്ടം വന്നിട്ടുണ്ടാവും, ചെറിയൊരു മുടികൾ ചിലപ്പുറത്തുണ്ടാവും. അല്ല അതിന് പോകണോ ഇതിന് പോകണോ, ഏത് കാര്യത്തിലും ഉണ്ടാവും. അവിടെയൊക്കെ ഉണ്ടല്ലോ പറയണത് 3 വെള്ളിയാഴ്ച ജുമയ്ക്ക് പോയിന് ഹൃദയത്തിൽ സീൽ വെക്കുന്ന ഹദീസ് ചെറുപ്പത്തിൽ നമ്മൾ കേട്ട ഹദീസാണ്. അവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു ഈമാനെ തൊട്ട് അത്രയും ഒരു ഈമാൻ കിടക്കാത്ത അവസ്ഥയ്ക്ക് ആ കൽബ് പോവും. കാരണം ആ ആദ്യ ആളുകൾക്ക് അതിന് കഴിയുള്ളൂ. ജുമയ്ക്ക് പോകാതൊക്കെ 3 ദിവസമൊക്കെ തുടർച്ചയായിട്ട് 3 ദിവസമല്ല 3 ജുമയ്ക്ക് ആ ജാതി തെറ്റുകൾ ചെയ്യുമ്പോഴാണ് ഈ സീൽ വെക്കുന്ന പരിപാടി അള്ളാൻ്റെ ഭാഗത്തുനിന്ന്
എന്നെ പറയണേ. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമ്മിഹിം, അവരുടെ ഹൃദയങ്ങൾക്കും അല്ലാഹു തആല സീൽ വെച്ചു, അവരുടെ കേൾവികൾക്കും അല്ലാഹു തആല സീൽ വെച്ചു. പിന്നെയോ വഅലാ അബ്സാരിഹിം ഗിശാവ, അവരെ കണ്ണുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മൂടിയുണ്ട്, കണ്ണിൻ്റെ മേലൊരു മൂടിയുണ്ട്. ജുംലത്തുൻ താമത്തുൻ ഫ ഇന്ന തബയകുൽ ഖൽബി വല സമി ഒരു ഗിശാവത്തു വയൽ ഗിത്താ, ഒരു മൂടിട്ടൂന്നാ, അത് കണ്ണിന് മൂടി വന്നു. ഇതൊക്കെ ഒരുപാട് ആയത്തുകൾ. വലഖദ് ദഅനാലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, നരകത്തിന് വേണ്ടി അല്ലാഹു തആല ജിന്നി ഇൻസിൽ നിന്ന് ഒരുപാട് ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, അതുകൊണ്ട് അവരെന്താക്കൂല, സത്യം ഗ്രഹിക്കുകയില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, കാതുകളുണ്ട്, അതുകൊണ്ട് കേൾക്കുമോ ഇല്ല. വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുകളുണ്ട്, അതുകൊണ്ട് സത്യം എന്താവില്ല, കാണൂല. സിനിമ കാണാൻ കഴിയുമോ? വാഴക കാണാൻ പോകും, കേൾക്കുകയൊക്കെ ചെയ്യും. പറയടേ, വയത് കേൾക്കാനൊന്നും കഴിയില്ല, കേട്ടാലും അതിനെ കളിയാക്കാനേ തോന്നുള്ളൂ. ഉൾക്കൊള്ളാനുള്ള എന്തെല്ലാം പരിഹാസങ്ങളാണ്. ഞാൻ പറഞ്ഞുതരാം, നമുക്കൊരു കലാവിട്ടിനെ പറ്റി പല സംശയങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ ജയേഷ പറയണത്. മറുപടി തന്നെ പറയാമെന്നറിയണം. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച സുബേഷ് പിന്നെ ജുമാക്കെന്നാണ് കുനൂത്തോത്തനൊക്കെ പറഞ്ഞ് അതും പറയാൻ പാടില്ല എന്നാണ് ചിലർ പറയുന്നത്. ഇയാളിപ്പോൾ കലാവ് കൂട്ടും വേണ്ടെന്നാണ് പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാമിൽ പല വിമർശനങ്ങളുണ്ട്, ഞാനത് കാണലില്ല, എനിക്ക് ഇൻസ്റ്റാഗ്രാം നോക്കലും അറിയില്ല. അത് ജയേഷ വിട്ടെന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് അതിന് മറുപടി പറഞ്ഞുതരാം. മറുപടി പറഞ്ഞാൽ അവർ പറയുന്നത്, മൗലിമാരും പറയുന്നുണ്ട് വിമർശനങ്ങളെ. ഇപ്പം എന്താർക്ക് സിനിമ കാണാൻ പാകിയിൽ അല്ലാഹു തആല കണ്ണൊക്കെ തന്നത് സിനിമ കാണാനും സിനിമാ നടന്മാരെ കാണാനൊക്കെയാണ് എന്ന് മനസ്സിലാക്കി നടക്കുന്ന കുറേ ആളുകളുണ്ട്. ആകെയൊരു സമാധാനമാണ് അവിടെ ഉള്ളത്, അതും കൂടി ഉസ്താദ് കളയലി എന്നൊക്കെയാണ് പറയുന്നത്. ജീവിതത്തിൽ ആകെ ഒരു സമാധാനമുള്ളത് ഇപ്പോൾ ഏതാണ്? സിനിമ ഉള്ളതാണ്. അതിലും കൂടി നിങ്ങൾ ഇടപെടലി എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. ഖുർആനിൽ ഇങ്ങനെയും പറയുന്നുണ്ട്, ഓൾക്ക് കണ്ണുണ്ട് കാതൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഓല് ഈ ആദ്യമൊന്നും കാണും കേൾക്കൊന്നുമില്ല, അജാതൊക്കെ കാണും കേൾക്കൊക്കെ ഉള്ളൂ. ഉലൈകക്കൽ തന്നെ കന്നുകാലികളെ പോലെയാണോ ഓല് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ബൽഹും അളൽ, കന്നുകാലികളെക്കാട്ടിലും പേച്ചതാണ്. എന്താ കാരണം? കന്നുകാലികൾക്ക് അല്ലാഹു തആല വിശേഷ ബുദ്ധി കൊടുത്തിട്ടില്ല. ആ കണ്ണും കാതും മാത്രമുള്ള ഏറ്റങ്ങൾക്ക് തിന്നാനും വിസർജിക്കാനും മാത്രമാണ് അവിടെ ഡ്യൂട്ടിയുള്ളത്. പിന്നെ നമ്മളെ സേവിക്കാനാണ് അതിനെ പറ്റിയൊരു കണ്ണും കാതും ഏറ്റൊക്കെ ഉള്ളൂ. അല്ലാതെ മനസ്സിലാക്കാനുള്ള കണ്ണും കാതും ഏറ്റക്ക് കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും വിചിന്തനം ചെയ്യാനുള്ള മനസ്സും മസ്തിഷ്കം അല്ലാഹു തആല ഓൽക്ക് കൊടുത്തിന്. ഒറ്റ കണ്ട ഇറച്ചി കിട്ടുമോ ജയർഷാമക്ക്? പോലെ ഓരോ തടിക്ക് പോലെ ഓർക്ക് കൊടുക്കാൻ പാടില്ലേ. ഓൽക്കെങ്ങാനും ഈ ബുദ്ധി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ കണക്കന്നെ കയറിയാൽ നമ്മളൊക്കെ കഥ. ഓർക്ക് ഉണ്ടാകാൻ പാടില്ല, ബുദ്ധി ഉണ്ടാകാൻ പാടില്ല. ആർക്ക്? പോത്തിനെ. മനുഷ്യൻ അല്ലാഹു തആല ഏത് കൊടുത്തു? കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും. അങ്ങനെയാണ് ഓല്ലദീ വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാത്തികും ലാ തഅലമൂന ശൈഅ സുമ്മ ജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫിദത. ഉമ്മ പെറ്റപ്പോൾ നിങ്ങൾക്ക് ഒരു കഴിവുണ്ടായിരുന്നില്ല, പിന്നെ അല്ലാഹു തആല നിങ്ങൾക്ക് കണ്ണ് തന്നു, കാത് തന്നു, വൽ അഫിദത മനസ്സും മസ്തിഷ്കവും തന്നു. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്ർ ചെയ്യാനാണത്. ആ അഫിദത്ത് ആർക്ക് കൊടുത്തിട്ടില്ല? പോത്തിനല്ല. അപ്പോൾ ഈ അഫിദത്ത് തന്ന മനുഷ്യൻ ഇവിടെ ഈ കണ്ണും കാതൊക്കെ ഈ തോന്നിയാസത്തിനും വേണ്ടി മാത്രം ഇത് തന്നവനെ കുറിച്ച് ചിന്തിക്കണേ ഇല്ല എങ്കിൽ അവൻ പോത്തിനേക്കാളും വളരെ ക്ലിയർ അല്ലേ? നമ്മളിപ്പോൾ സുജൂദൊക്കെ ചെയ്യുമ്പോൾ പറയാണ് സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതി ഫതബാറകല്ലാഹു. അതാണ് നമ്മൾ പറയണത്. ഈ കണ്ണും കാതൊക്കെ തന്ന റബ്ബുണ്ടല്ലോ, അവനിതാ എൻ്റെ മുഖം ഇതാ സുജൂദ് ചെയ്തിരിക്കുന്നു. ബിഹൗലിഹി വഖുവ്വതി, അവൻ്റെ കൈകൊണ്ട് മാത്രമാണ് ഈ കണ്ണും കാതും, ഇത് വേറൊരുത്തൻ്റെയും കഴിവല്ല, ഇത് അവൻ തന്നതാണ്. അവന് വേണ്ടി ഇതാ സുജൂദ് ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മൾ പറയണത്. ഇതൊന്നും നിങ്ങൾ പറയണ്ട. സുബ്ഹാൻ റബ്ബിയൽ അലീ എന്ന് പറഞ്ഞാൽ തന്നെ മതി. സുബ്ഹാൻ റബ്ബിയൽ അല എന്ന് പറഞ്ഞാൽ തന്നെ അതിൽപ്പെട്ടു. എന്താ റബ്ബിയൽ അല? അത്യുന്നതനാ റബ്ബാരാണ്. അല്ലദീ ഖലഖ ഫസവ്വ, സൃഷ്ടിക്കുകയും ഏറ്റപ്പെട്ട് തീർക്കുകയും ചെയ്തവൻ. കണ്ണും കാതും തലച്ചോറും മസ്തിഷ്കം ഒക്കെ പൊട്ടയിൽ വൃക്കയും അതിൽ പെടാത്തൊന്നുമില്ല. അത് സുജൂദിൽ കിടന്നിട്ട് പറയും പോലെ പറഞ്ഞാൽ മതി. എന്നാൽ ശുക്രായി. സുബ്ഹാൻ റബ്ബിയൽ അല വബിഹംദി. അതാണ് നമ്മൾ പറയുന്നത്. അതിനാണ് ഈ കണ്ണും കാതൊക്കെ അല്ലാഹു തന്നേ.
ചിലവനാ ബോധമല്ല. അപ്പം എങ്ങനെയുണ്ട്? ഇതാണ് കാഫിര്യങ്ങൾ. വലഹും അദാബുൻ അദീം, അവർക്ക് വണ്ണമായ ശിക്ഷയാണുള്ളത്. ഇങ്ങനെ ഈ അല്ലാഹു തആല ഹൃദയത്തിന് സീൽ വെച്ച, ഹൃദയത്തിനും കാതിനും സീല് വെക്കുകയും കണ്ണിൻ്റെ മേൽ പ്രത്യേക ആവരണങ്ങളും മറകളും ഒക്കെയുള്ള ആളുകൾ, അത്തരം ആളുകൾ അവർ ഒരിക്കലും വിശ്വസിക്കൂല. ഏത് വയത് പറഞ്ഞിട്ടും കാര്യമല്ല, ഓല് വിശ്വസിക്കൂല. ഓൽക്ക് നല്ല ശിക്ഷ, ശിക്ഷൻ്റെ രൂപമാണ് ഇപ്പോൾ നരകം. ഞാനാ പറഞ്ഞത് കേട്ടോ. ഈ ചർച്ച ഇവിടെ നിർത്തുകയാണ്. ഇനി ഞാൻ പറയാൻ പോകണം എന്താ വെച്ചാൽ, മറുപടി പറയണ്ടേ ജയരിഷ? ഞാൻ പറഞ്ഞുതരാം. നിസ്കാരം കള്ളാക്കണതിനെ പറ്റി നമ്മളെന്താ പറയണത്? നമ്മളെന്താ പറഞ്ഞത്? നിസ്കാരം കള്ളാക്കണമെന്നോ ആക്കണ്ട, കള്ള കൂട്ടണ്ടെന്നോ? കള്ള കൂട്ടണോ ഇല്ലാതാക്കിപ്പോൾ ഇയാളെന്ന് ഒരാൾ പറഞ്ഞു. ഇവർക്ക് വിട്ടെന്നാണ് ജയരിഷ. മൂല്യരിപ്പം കള്ള കൂട്ടണോ വേണ്ടെന്ന് പറഞ്ഞ്, അല്ല അങ്ങനല്ലേ വിമർശനം? കള്ള കൂട്ടനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയുള്ളത്? അപ്പോൾ അത് തീരുന്നുള്ളതാണ്. അത് തെറ്റിദ്ധാരണയാണ്. നിസ്കാരം കഥ ആക്കണവർക്ക് നരകമാണ് പറഞ്ഞ ആയത്തെ തങ്ങളൊന്ന് പറഞ്ഞാണി. അത് പറയുങ്ങളേ. നിസ്കാരം കഥ ആക്കണവർക്ക് എന്താണ്? നരകമാണ് പറഞ്ഞ ആയത്തേതാണ്. ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കണവർക്കൊക്കെ നരകമാണ്. എങ്ങനെ നിസ്കാരക്കാരാ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം, അവർ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാണെന്ന് പറഞ്ഞാൽ കളാക്കും. അല്ലാതെ നിസ്കാരത്തിൽ എന്തല്ല, അതൊക്കെ നിങ്ങൾക്ക് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഞാൻ മാണ്ട ചോക്കുമ്പോൾ നിങ്ങൾ അതിനായിട്ട് നിൽക്കുക. അപ്പോൾ കള്ളാവ് വീട്ടുന്നവർ നല്ലോണം കേട്ടോളിട്ടാവും. കള്ളാവ് വീട്ടുകാരൻ എന്താണെന്നുള്ളത്, ഇത് കിതാബ് ഏതാണ്? സവാജറാണ്. ഇതിൽ അൽ കബീറത്തു സാദിസത്തു വസബൂന, 76ാമത്തെ വൻദോഷം താമദ് തർക്കിസ്വല, കരുതിക്കൂട്ടൊരു നിസ്കാരം ഉപേക്ഷിക്കാം. കലാക്കൊല്ല, ഉപേക്ഷിക്കാം. പറഞ്ഞുതരാം. അതിനെപ്പറ്റി കൊടുത്ത ഹദീസ് ബൈനൽ റജുലു ബൈനൽ കുഫ്രി തർക്കുസ്വല, ഒരു മനുഷ്യൻ്റെയും കുഫറിൻ്റെ ഉള്ള വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കലാണ്. ലൈസ ബൈനൽ അബ്ദിയോ ബൈനൽ കുഫ്രി, കുഫറിൻ്റെയും അടിമിൻ്റെ ഇടയിൽ ഒരു വ്യത്യാസമില്ല. ഇല്ലാ തർക്കുസ്വല, നിസ്കാരം ഉപേക്ഷിക്കലല്ലാതെ. അപ്പോൾ നിസ്കാരം ഉപേക്ഷിക്കൽ കുഫറിന് തുല്യമാണെന്നാണ് ഈ ഹദീസിലൊക്കെ പറയണത്. ഈ ഹദീസൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ബഹുമാനപ്പെട്ടവർ പറയാണ്, 3 ഇമാമികളും നിസ്കാരം വെച്ചാൽ കാഫറ എന്നുള്ള അഭിപ്രായക്കാരാണ്. ഷാഫി ഇമാമ് മാത്രമേ ഇത് കുറഞ്ഞ ഏതുള്ളൂ, വിട്ടുവീഴ്ചയുള്ളൂ. ഷാഫി ഇമാമ് കാഫറാവൂല, നിസ്കാരം ഉപേക്ഷിക്കൽ ജായിസാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വെച്ചെങ്കിലേ എന്താവുള്ളൂ എന്ന പക്ഷമാണ് ഇമാമിന ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മറ്റ് 3 ഇമാമികളും നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ പുറത്താണെന്നാണ്, അവൻ ദീനിലല്ല. കലാവ് വീട്ടുന്ന വിഷയമല്ല കേട്ടോ. ഇതൊക്കെ മണഞ്ഞിങ്ങൾക്ക് വായിച്ചു തരാം. കഥാലിക്ക് കാന റയ്യോ അഹൽ ഇൽമി മില്ലദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി മുതലിച്ചുള്ള എല്ലാ എൽമിൻ്റെ അഹ്ലാരും പറഞ്ഞത്, അന താരിഖു സ്വലാത്തി അംദൻ, കരുതിക്കൂട്ടി നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ, മിൻ ഒരു ഉദരിൻ, അകാരണമായിട്ട്, എത്താ എതുവ വക്തുവ, വക്ത് പോയി, കല ആക്കി, കാഫിറുൻ, അവനെന്താണ്? ഇൽമിൻ്റെ ആളുകൾ സ്വീകരിച്ച നിലപാട് നിസ്കാരം വെച്ചവനെ പറ്റിയതാണ്. ഹദീസ് കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, മൻ തറക്ക സ്വലാ, ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ ഫഖദ് കഫറ, അവൻ കാഫറായി. ഇങ്ങനെ ഈ അർത്ഥത്തിൽ ഒരുപാട് ഹദീസുകൾ. ഇനി എന്ത് കാര്യങ്ങൾ? നിസ്കാരം കളാക്കണവരെ പറ്റിയുള്ളതാണ്. കേൾക്കണോ? നിസ്കാരം കളാക്കണ ആളുകൾ. പിന്നെ ഹദീസ് ഇതാണ്, സഅൽതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലില്ലാഹി അസ്സ വജല്ല, അള്ളാഹിൻ്റെ കൗലിനെ പറ്റി ഞാൻ നബിനോട് ചോദിച്ചു. അരുവറ സഅദ് നബി വഖാസ് റളിയല്ലാഹു അൻഹു പറയണത് ഏതായത്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന ആയത്തിനെ പറ്റി ഞാൻ തങ്ങളോട് ചോദിച്ചു. കാല, തങ്ങൾ പറയുകയാണ്, ഹുമുല്ലദീന യുഅഖിറൂന സ്വലാത്തൻ വക്തിയ, നിസ്കരിക്കാത്തവരല്ല, നിസ്കാരത്തെ വക്തിനെ തൊട്ട് പിന്തിക്കുക. ജുമയ്ക്ക് ഒന്നാണ്ട് കുനൂത്തുക, സുബഹിസ്കരിക്കുക, ഉൽക്കാണ് നരകം. അല്ലെങ്കിൽ 8 മണിക്ക് ഒന്നാണ്ട് എന്ത് ചെയ്യുക? സുബഹിസ്കരിക്കുക. ചിലരൊക്കെ മധുരമായിട്ടാണ് പറയില്ലേ, ഉസ്താദ് നിസ്കരിക്കും. ഞാൻ സുബഹിക്കൊക്കെ ഉണ്ടല്ലോ, എപ്പോഴെന്ന് വെച്ചാൽ അപ്പം നിസ്കരിച്ചിട്ടേ വേറെ പരിപാടിയുള്ളൂ. ചില മക്കളെയൊക്കെ വലിയ മഹിമം തക്കവൊക്കെ ചില മാതാപിതാക്കളൊക്കെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരെ വിചാരം കഥ കിട്ടിയാൽ വലിയ ബാറാണെന്ന് വെച്ചിട്ടാണ്. ഇതാ ഞാൻ കഴിഞ്ഞ വെച്ചാൽ പറഞ്ഞത്. അത് നരകത്തുക്കുള്ളതാണ് നിസ്കാരം എന്നാണ് ഈ പറയുന്നത്. ഇഞ്ഞും കേട്ടോളേ, ഇനി ഒന്നുകൂടി കേട്ടോളേ. ബഹുമാനപ്പെട്ട
സഅദ് റളിയല്ലാഹു അൻഹു പറയാണ് കുൽത്തുലു അബി, എൻ്റെ ഉപ്പാനോട് ഞാൻ ചോദിച്ചു, യാ അബത്താ ഉപ്പ, അറഅയ്ത ഖൗലഹു തആല, അള്ളാഹിൻ്റെ കൗലുണ്ടല്ലോ, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരായ ആളുകൾക്ക് നരകണ്ട് പറഞ്ഞ കൗലുണ്ടല്ലോ, അയ്യുനാ ലാ യസ്സു അയ്യുനാ ലാ യുഹദ്ദിസു നഫ്സഹു, നമുക്കൊക്കെ നിസ്കരിക്കുമ്പോൾ പല ശ്രദ്ധ ഉണ്ടാവില്ലേ, ശ്രദ്ധ ഇങ്ങനെ പോകില്ലേ എന്ന്. ഇയാൾ നിസ്കാരത്തിൻ്റെ ഇടയിൽ ശ്രദ്ധ അങ്ങോട്ട് പോകണു, കച്ചവടത്തേക്ക് പോകണു, കല്യാണത്തേക്ക് പോകണു, പെരയ്ക്ക് പോകണു, ഇതൊക്കെ നമുക്ക് ഉണ്ടല്ലോ വാപ്പാന്ന് വാപ്പാനോട്. വാപ്പ പറയാണ് ലൈസ താലിക്ക, അതല്ല ആ പറഞ്ഞത്. ഫൈലുൽ മുസല്ലീൻ അല്ലദീന അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞാൽ അതല്ല, നിസ്കാരത്തിൽ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക എന്നുള്ളതല്ല. ഇന്നമ ഹുവ ഇളാത്തുൽ വക്ത് പാഴാക്കലാണ്, കളാക്കി നിസ്കരിക്കുക. പണിക്ക് പോയിട്ട് വന്നിട്ട് ലൂറ് അസറും ഒപ്പം നിസ്കരിക്കൂലേ, അതിനെ പറ്റിയാണ് ഈ പറയുന്നത്. ലൂറിൻ്റെ സമയത്ത് തന്നെ നിസ്കരിക്കണം, അരമണിക്കൂർ പിന്നെയും പണിയെടുത്താൽ മതിയല്ലോ അസുറം കൊടുത്തിട്ട്. ഒരു മേമാക്ക് അങ്ങനെ ഉണ്ടായിനി, ലൂറായ മൂപ്പര് നിസ്കരിച്ചാണ്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുള്ളൂ, എല്ലാവരും പണി മാറ്റിയിട്ട് അരമണിക്കൂർ അധികം എല്ലാവർക്കും ശ്രദ്ധ പോകുന്ന ആളുകൾ തന്നെയാണ്. ഇതല്ല ആ പറഞ്ഞത്. ആ പറഞ്ഞ എന്താ, നിസ്കാരം കളാക്കണോലെ സംബന്ധിച്ചാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഹദീസ് കേൾക്കണോ? അല്ലദീ ഇങ്ങോട്ടോക്കി മൻ ജമഅ ബൈന സ്വലാത്തൈനി മിൻ ഗൈരി ഉദ്രിൻ, ജലസ കേൾക്കണുണ്ടോ? മൻ ആരെങ്കിലും ജമ്മാക്കിയാൽ ബൈന സ്വലാത്തൈനി, രണ്ട് നിസ്കാരം, മഗ്‌രിബും ഇശ ഒപ്പം നിസ്കരിച്ചു, അല്ലെങ്കിൽ അസറും ദൂറും പാടെ ഒരു ടൈമിന്, മിൻ ഗൈരി ഉദ്രിൻ, കാരണമായിട്ട്, യാത്രയല്ല, ഒന്നുമില്ല, ളുഹറും അസറും പാടെ ഒപ്പം നിസ്കരിച്ച ഫഖദ് അതാ ബാബൻ മിൻ അബ്വാബിൽ കബായിരി, വൻദോഷത്തിൻ്റെ ഒരു കവാടത്തിലാണോ വന്നത്, വൻദോഷമാണത്. അല്ലദീ തഫൂതുഹു സലാത്തുൽ അസ്രി, ഒരു അസംസ്കാരം ഒരാൾക്ക് കളാ ആയാൽ കമ അന്നമ ഉത്തിറ അഹ്ലുഹു വ മാലുഹു, ഓൻ്റെ അഹലുകാരും മുതലൊക്കെ നഷ്ടപ്പെട്ട് അവൻ ഒറ്റപ്പെടുന്ന അത്രയും വലിയ ഒരു ദുരന്തത്തിന് തുല്യമാണെന്നാണ്. ഒരു ദുരന്തം ഉണ്ടായി, കുടുംബങ്ങളൊക്കെ മരിച്ചുപോയി, മുതലൊക്കെ പോയി, ഒരാൾ മാത്രം ബാക്കിയായി. ചൂരൽമലയിൽ നമ്മൾ അങ്ങനത്തെ ആളുകളെ കണ്ടിരുന്നു. ഒരു പെമ്പറന്നോളുണ്ടായിരുന്നല്ലോ, അവളെ പ്രതിശ്രുത വരനും പോയി, കുടുംബങ്ങളൊക്കെ പോയി, ഓള് മാത്രം ഒറ്റപ്പെട്ടൊരു പെമ്പറന്നോളം ഇങ്ങനെ കാണലുണ്ടായിന്. അതിൽ അത് കാണുമ്പോഴൊക്കെ എനിക്ക് ഹദീസ് ഓർമ്മ വരലുണ്ട്. ഓളെ കുടുംബത്തിലും ആരുമില്ല, ഓളെന്നു കോഴിക്കോട് ഏതൊരു പണിക്കായതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഓള് കോഴിക്കോട് ജോലി ആവശ്യാർത്ഥമായതുകൊണ്ട് ഓളെ കുടുംബത്തിലുള്ളവരൊക്കെ മരിച്ചുപോയി. എത്ര വലിയ ദുരന്തമാണ്. ഒരു നിസ്കാരം കള ലൈനൊക്കുന്നാണ് ഈ പറയുന്നത്. ഫക്ക അന്നമ്മ ഉത്തിറ, അങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. മനസ്സിലായോ? നിസ്കാരം കളാക്കുന്നതിനെ പറ്റിയാണ് ഈ പറയുന്നത്. അതല്ലേ ശിക്ഷ. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. എത്ര ഹദീസുകളുണ്ട് വെച്ചിട്ടാണ്. ഒരു ഹദീസ് ഫസ്റ്റ് പറഞ്ഞ ഹദീസും കേട്ടൂടെ. അന്നഹു ദക്കറ സ്വലാത്ത യൗമൻ, ഒരു നാൾ നബി തങ്ങൾ നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഫക്കാല, അപ്പം നബി പറഞ്ഞു, മൻ ഹാഫദ അലൈഹ, ആരെങ്കിലും നിസ്കാരത്തിൻ്റെ മേൽ നല്ല ജാഗ്രത പുലർത്തിയ, നല്ല ശ്രദ്ധ, നക്കാനത്തിലഹു നൂറൻ വ ബുർഹാനൻ വ നജാത്തൻ യൗമൽ ഖിയാമ, നാളെ അതവനക്ക് പ്രകാശമാണ്, മോക്ഷമാണ്, പ്രമാണമാണ്, ബുർഹാനാണ്. ഒമല്ലം യുഹാഫിദ് അലൈഹ, ഒരാൾ നിസ്കാരത്തിന്മേൽ ശ്രദ്ധിച്ചില്ല, ശ്രദ്ധ പോരാ, നിസ്കരിച്ചൊക്കെ ചെയ്യും, പണി മാറ്റി വന്നിട്ട് നിസ്കരിച്ചു, കല്യാണം ഉണ്ടെങ്കിൽ അന്ന് നിസ്കരിച്ചില്ല, അന്ന് ഓഡിറ്റോറിയത്തിൽ തന്നെയാണ്, അന്ന് നിസ്കരിക്കില്ല, അന്ന് പുട്ടിയൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് നിസ്കരിച്ചാൽ അതൊക്കെ പോവില്ലേ ഓർക്കുമ്പോൾ? അങ്ങനെയല്ലേ 90% പുതിയ എണ്ണകളും നല്ലൊരു ദിവസമായിട്ട്. കല്യാണമൊന്നും വേണ്ട കുഞ്ഞാപ്പോ, സ്കൂൾക്ക് പോകണ പെൺകുട്ടികളുണ്ടല്ലോ, പൗഡറൊക്കെ പോലെയെന്ന് ചോദിച്ചോണല്ലോ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ. പൗഡർ ഇട്ട പോലെ ദൂരം നിസ്കരിച്ചാലേ കുഞ്ഞാപ്പൂ കിട്ടണോ ഏത് പെണ്ണുങ്ങളൊക്കെ? അപ്പോൾ മേക്കപ്പ് അങ്ങനെ നമ്മളെ ഓരോ പരിപാടികൾ, ഒരു ജാഥ ഉണ്ട്, റാലി ഉണ്ട്, അന്നിങ്ങനെ റോട്ടിലിങ്ങനെ ചവിട്ടല്ലേ മഗ്‌രിബ് ഇങ്ങനെ ആളുകൾ നിസ്കരിക്കുമ്പോൾ അതൊക്കെ അവിടെ നിന്നൊക്കെ ഊരിച്ചാലും ഇവിടെ നിസ്കരിച്ച് വന്ന മോമിനികൾ. ഞാൻ ഉദാഹരണങ്ങൾ പറയാം. അതെ, അല്ല,
അത് നമ്മൾ പറഞ്ഞിട്ടില്ല. മൻ തറക്ക സ്വലാത്ത പകുതി കഫറാന്ന്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ കാലം തൊട്ട് ഇൽമിൻ്റെ ആളുകൾക്ക് നിസ്കാരം ഒഴിച്ച ആളുകൾ നിസ്കാരമല്ലോ അവൻ്റെ ജീവിതത്തിൽ അവനെ കാഫറായിട്ടാണ് കണ്ടതെന്നാണ്. 3 മദ്ഹബിലും അങ്ങനെയാണ്. ഷാഫിമാ പറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥമാണ്. ആ ഏ അതറിയുവാണ്. അവിടെ അതൊന്നുമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇതൊരു കുറ്റമായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. കള്ളാ കൂട്ടിയാൽ മതി എന്നുള്ളതാണ് ധാരണ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. കുസറുമ്പുളില്ലാതെ ആളുകളെ മുമ്പിൽ നിന്നൊക്കെ ഇങ്ങനെ സുബൈൻ്റെ കുനൂത്തൊക്കെ ഇങ്ങനെ 11 മണിക്ക് വന്നിട്ട് ഓതി കാണിക്കണം. എന്താ വെച്ചാൽ അതൊരു കുറ്റമാണെന്നവർക്ക് മനസ്സിലായിട്ടില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. അല്ല, നമ്മൾ കഥ കൂട്ടണ്ടെന്നൊന്നുമല്ല പറഞ്ഞത്. കഥ കൂട്ടന്നെ വേണം. അപ്പോൾ ഓരോരുത്തർ തിരിഞ്ഞെന്താണ് കഥ കൂട്ടണ്ടെന്നപ്പോൾ ഇയാൾ പറയണതില്ലേ? നമ്മൾ പറഞ്ഞണോ? നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. കഥ കൂട്ടണ്ടെന്ന് നമ്മൾ പറയണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞ ഹദീസൊന്നും ആയില്ല. നിങ്ങൾ നോക്കി. കാനയവും ഒമല്ലൻ യുഹാഫിദ് അലിയ, നിസ്കാരത്തിൻ്റെ മേലെ ഒരാൾ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ലം യകുല്ലഹു നൂറുൻ വല ബുർഹാനും വല നജാത്തിനോനും ഒരു വിജയവും ഉണ്ടാവില്ല. അപ്പോൾ കാനയവുമിൽ കിയാമത്തി, നാളെ കിയാമത്ത് നാളിൽ കാറൂൻ ആരുടെ കൂടെ ആയിരിക്കും? കാറൂൻ്റെ കൂടെ ആയിരിക്കും. ഫിറോൻ്റെ കൂടെ ആയിരിക്കും. ഹാമാൻ, ഉബയ്യ് ബിൻ ഖലഫ്. 4 ആൾ. ഉബയ്യ് ബിൻ ഖലഫ് നമ്മളാളാ തന്നെ പറഞ്ഞുതരാം. ഇനി അവിടെ ചില ആലിമ്യങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞൊരു കാര്യം കൂടി കേട്ടോടെ. അപ്പോൾ ഇന്നമ്മ ഹുഷ്റമായ ഹൗലായി, എന്താണ് ഇവരെ കൂട്ടത്തിലായത്? ഫിറോൻ്റെ കൂടെ, കാറൂൻ്റെ കൂടെ, ഹാമാൻ്റെ കൂടെ, പിന്നെ ആരാ? നമ്മളാൾ ഉബയ്യ് ബിൻ ഖലഫ്. എന്താ ഈ ആളുകൾക്കുള്ള പ്രത്യേകത? ലി അന്നോ ഇസ്തഖല അനി സ്വലാത്തി, ഒരു പക്ഷേ ഇവ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധമായത് ബിമാലി, സമ്പത്ത് കാരണമായിട്ടായിരിക്കും. എങ്കിൽ അഷ്ബ കാറൂൻ, ആരെ മാർക്കായി? കാറൂൻ അതാ പറ്റി. കാറൂന് പൈസ കൂടിയപ്പോഴാണ് ധിക്കാരം. ഫയുഷർമാവും ഓൻ കാറൂൻ്റെ ഒപ്പം ഉണ്ടാവും. ആ ബി മുൽക്കിഹി, ചില ആൾക്ക് രാജാധികാരവും ആധിപത്യമൊക്കെയാണ് ഈ കാരണം നിസ്കാരം മുടങ്ങാൻ കാരണമായിട്ടുണ്ടാവുക. ഫഅഷ്ബ ഫിറോൻ, അപ്പോൾ ആൾ ഫിറോനോട് സാമ്യനായി. ഫയുഷർമാവും ഫിറോൻ്റെ കൂടെ. ഔ ബി വിസാറത്തി, അല്ലെങ്കിൽ മുൽക്കല്ല, രാജാവല്ല, മന്ത്രിയാണ് വിസാറത്ത്. അപ്പോൾ അഷ്ബ ഹാമാൻ, ഹാമാൻ്റെ മാർക്കാണ്. ഹാമാൻ ഫിറോൻ്റെ മന്ത്രി. അങ്ങബി തിജാറത്തിലെ കച്ചവടത്തിൻ്റെ നെട്ടോട്ടങ്ങൾക്കിടയിലാണ് ഒരാൾക്ക് നിസ്കാരം മിസ്സായതെങ്കിൽ അഷ്ബ ഉബയ്യ് ബിൻ ഖലഫ്. അന്ന് റസൂലുള്ളാഹിന്റെ കാലത്ത് വലിയ കച്ചവടക്കാരനായിരുന്നു ഉബയ്യ് ബിൻ ഖലഫ്. താജുൽ കുഫാരി മക്ക കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വ്യവസായി ആയിരുന്നു. ഫയുഷറുമാവു, അങ്ങനെ കച്ചവടം കാരണമായിട്ട് നിസ്കാരം മിസ്സായ ആളെ ഇവൻ്റെ കൂടെ, ഇതാണ് ഈ 4 ആളെ പറഞ്ഞതിൻ്റെ പൊരുളെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നിർത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണേ ചോദിക്കാം. നമുക്ക് നിസ്കാരത്തെ സംബന്ധിച്ച് ജമ്മും കസറാക്കുന്നതിനെ പറ്റിയൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സമയമല്ല, അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നമുക്കത് വിഷയമാക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണ്ടേ ചോദിക്കട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇമ്മാനെ കൊന്ന ആളെ തൗബ എന്താന്ന് നമ്മൾ ചോദിക്കണം. തൗബ അടിമ മോചിപ്പിക്കലൊക്കെ അതിൻ്റെ കഫാർത്താണ്. കൊല ചെയ്ത ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അള്ളാഹിനോട് തൗബ ചെയ്ത് മടങ്ങുക. പിന്നെ ഉമ്മാൻ്റെ ആളുകൾ, ഉമ്മാൻ്റെ വാപ്പയാര ഓരൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, മാപ്പ് ചെയ്ത് കൊടുക്കുക. കൊലക്ക് അങ്ങനെ ഒന്നുണ്ടല്ലോ. കൊന്ന ആളെ അവകാശികളും പൊരുത്തപ്പെട്ട് കൊടുക്കണം. പിന്നെ ചോദ്യം ചോദിച്ചോളി. ഇപ്പം ഉമ്മാരെ കൊല്ലലും കൊലപ്പൊരു പരിപാടിയോ ഇതൊക്കെ സിനിമയിൽ നിന്ന് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ ചക്കം തളന്ന് കൊന്നണല്ലേ കണ്ണൂർ, മുസ്ലിമല്ല. എന്താ കരിമേനി എന്താ ചോദിക്കണേ? എന്താ ചോദ്യം? കള കൂട്ടാൻ പ്രചോദിപ്പിക്കണോ? കള ആക്കരുത്, വീട്ടിലല്ല. കള ആക്കരുത്, അതാണ് നമുക്ക് പറയാനുള്ളത്. ആയവന് കൂട്ടണം, കൂട്ടം നിർബന്ധം. കള ആയ പിന്നെ അത് വീട്ടിൻ്റെ വേറെ പരിപാടിയൊക്കെ പറ്റുള്ളൂ. നമ്മളന്ന് പറഞ്ഞില്ലേ, ഒരു സുന്നത്ത് തറാവിസ്കരിക്കാൻ പറ്റുമോ? ഇതൊക്കെയുള്ള വലിയ ചോദ്യം. കള വീട്ടാനുള്ളവർക്ക് തറാവിസ്കരിക്കാൻ പറ്റുമോ? എന്താ മറുപടി? തറാവി മാത്രമല്ല, ഒന്നും ചെയ്യാൻ പാടില്ല കള വീട്ടാതെ. ഒരു നിസ്കാരം അകാരണമായിട്ട് കള ആയിട്ടുണ്ടെങ്കിൽ അത് വീട്ടാതെ അവന് വേറെ ഒരു പരിപാടിയും പറ്റൂല. സുന്നത്ത് സ്കെച്ചാനും പറ്റൂല, പേപ്പർ വെച്ച് തീർക്കാൻ പറ്റൂല, മൊബൈൽ തോണ്ടി കുതിർക്കാൻ പറ്റൂല,
ഓന് ഭക്ഷണം കഴിക്കാം, ഭക്ഷണം ഉണ്ടാക്കാം, അത് അത്യാവശ്യമാണ്. അത്യാവശ്യം കഴിച്ച് അപ്പോൾ അതിന് ജോലിക്ക് പോകണമെങ്കിൽ ജോലിക്കും പോകാം. കഴിഞ്ഞ് വന്നാൽ അതാ വീട്ടിൽ തന്നെ. കാരണം അതല്ലേ, കാരണം അള്ളാഹു തആല സൃഷ്ടിച്ചതും പരിപാലിക്കണതും ഈ ഒരു സംഗതിക്കാണ്. ആ സംഗതി കഴിഞ്ഞാൽ പിന്നെ അവനെ കൊല്ലണം എന്നൊക്കെ പറയാനുള്ള കാരണം അതാണ്. തൗബ ചെയ്യണില്ലെങ്കിൽ അവൻ തൗബ ചെയ്യണമെങ്കിൽ കൊല്ലണ്ട, കഥ വിടണം. നമ്മൾ പറഞ്ഞ കഥ ആക്കരുത്. കഥ വീട്ടിയാലും ആ കഥ വിടണത് ഭയങ്കര കുറ്റമാണ്. കഥ കൂട്ടണവർക്കുള്ളതാണ് ഏത് അത് നരകമെന്നാണ് പറഞ്ഞത്. അതിന് വേണമെങ്കിൽ കഥ ആക്കിയാൽ മതി. അതൊക്കെ അള്ളാഹിൻ്റെ മുമ്പിൽ ഒരാളാണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പറഞ്ഞാൽ പഠിച്ചാൽ എനിക്കൊരു നിസ്കാരം കഥ ആവരുത്, അള്ളാഹ് സാധിപ്പിച്ച് തരും. ജമാഅത്ത് അവലോകത്തിൽ കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ കഥകൾ കൊടുക്കുന്നുണ്ട്. ആളുകൾ വന്നിട്ട് പറയണത് ആഗ്രഹിക്കണം നമ്മൾ. അതൊക്കെ ഖുർആനിലൊരു വായതയാണ്. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബലന. നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾക്ക് നമ്മുടെ റൂട്ടിലേക്ക് നാം ഹിദായത്ത് കൊടുക്കുന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരാൾ ശപഥം ചെയ്ത് തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ് അതിൻ്റെ റൂട്ടൊക്കെ അവൻ എളുപ്പമാക്കി ഇങ്ങനെ കൊടുക്കും. പിന്നെ എന്തെങ്കിലും ചോദിക്കണ്ടോ? ആ വാപ്പു വയ്ക്ക്. ആ അപ്പം വാപ്പ് പറഞ്ഞത് വെച്ചാൽ ട്രെയിനിൽ പോകുമ്പോൾ നിസ്കരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ള അതായത് ട്രെയിനിലൊന്നും പോകരുത് എന്നാണ്. കാറിൽ പോയിക്കോളി, ബസ്സിൽ പോയിക്കോളി, എനിക്ക് പറയാനുള്ളതാണ്. മോമിനിയങ്ങൾ അതിലൊന്നും പോകരുത്. ഇനി അഥവാ പോയി പെട്ടതിനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പോൾ കഴിഞ്ഞവർക്ക് നിസ്കരിക്കാൻ പറ്റൂല. പിന്നെ കഥ കൂട്ടും വേണം. കാരണം കിബിരിയും കിട്ടൂല, ഒന്നും കിട്ടൂല. ശരിക്കും മോമിനിയങ്ങളായത് യാത്രയൊന്നും പോകരുത്, ബസ്സിൽ പോയാൽ മതി. അവിടെ ഇറങ്ങുക. കോഴിക്കോട്ടൊക്കെ പോകുമ്പോൾ മരുവിൻ്റെ സമയത്ത് മരുവ് അതാക്കാൻ വേണ്ടി ബൈക്കിലിറങ്ങി പോകണവരെ പറ്റിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഓലെ പറ്റിയാണ് വല്ലദീനവും വല സ്വലവാത്തിയും യുഹാഫിദൂൻ. അവർക്ക് നിസ്കാരത്തിനൊക്കെ ഭയങ്കര ശ്രദ്ധയാണ്. ഖദ് അഫ്ലഹൽ മോമിനോൻ, യഥാർത്ഥ മോമിനിങ്ങൾ വിജയിച്ചു. അല്ലദീനവും ബി സ്വലാത്തിയും ഖാഷിയൂൻ, അവർ നിസ്കാരത്തിൽ ഖുശൂഉള്ളവരാണ്. വല്ലദീനവും അനില്ലഹ്വി മുഅ്രിദൂൻ വല്ലദീനവും ലിസകാത്തി ഫായിലൂൻ വല്ലദീനവും ലിഫുറൂജിഹിം ഹാഫിദൂൻ വല്ലദീനവും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ വല്ലദീനവും വലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ. അവർക്ക് നിസ്കാരത്തിന് മേൽ വല്ലാത്ത ശ്രദ്ധയാണ്. ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫിഹാ ഖാലിദൂൻ. അവർക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസ് കിട്ടാൻ പോണത്. ആ ജന്നാത്തുൽ ഫിർദൗസിനെ പറ്റിയാണ് അല്ലാഹ് അൽ കഹ്ഫ് പറഞ്ഞത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്ത ആളുകൾക്ക് ജന്നാത്തുൽ ഫിർദൗസാണ് അള്ളാഹിൻ്റെ നുസുൽ, വിരുന്ന്. ഖാലിദീന ഫിഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല. ഒടുക്കും പിന്നെ പോകാൻ പോയിട്ടുണ്ടാവില്ല അവർക്ക് അവിടുന്ന്. അതാണ് അവർക്ക് കിട്ടാൻ പോണത്. അതിനിങ്ങനെയൊക്കെ ചെയ്യണം. അതിന് ശ്രദ്ധയോട് കൂടെ നിസ്കരിക്കണം. അതിലെല്ലാം പെട്ടു. വല്ലദീനവും അല സ്വലവാത്തിയും യുഹാഫിദു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ പെട്ടൊരു ശ്രദ്ധയാണ്. എനിക്ക് അതിലാണ്ട് ട്രെയിനിന് പോയാൽ നിസ്കരിക്കാനൊന്നും കഴിയില്ലെങ്കിൽ ആ ട്രെയിനിന് പോകണില്ല, ബസ്സിന് പോകാൻ തീരുമാനിച്ചു. എന്നിട്ട് ആ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. വക്ത് കാലാണ്. അതിപ്പോൾ ജമ്മു കസറൊക്കെ ആക്കാമല്ലോ. നമുക്ക് അടുത്താഴ്ച പറയാം ജമ്മു കസറൊക്കെ. അത് കൊടുക്കൊന്നുമില്ല. അതൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോടാണ്ട് ശപഥം ചെയ്ത് തീരുമാനിച്ചാണ് ആ ട്രെയിനിൻ്റെ യാത്രേൻ്റെ ആവശ്യം നമുക്ക് വരില്ല എന്നുള്ളിടത്തോളാണ്. അത്രയും അള്ളാഹിൻ്റെ ഹെൽപ്പ് ഉണ്ടാവും. നമ്മൾ ആഗ്രഹിച്ചാൽ മതി. അങ്ങനത്തെ യാത്ര നമുക്ക് സുബൈക്കൊക്കെ വന്നിങ്ങനെ നീപ്പിച്ചണമാർക്കുണ്ടാവും. എല്ലാവരും പക്കം മറന്നാൽ പോലും നിജാ നിസ്കരിച്ചേട്ടനൊക്കെ ചോദിക്കണമാർക്കുണ്ടാവും. ഇതൊക്കെ ഓരോരുത്തരോട് പറയുന്നതാണ്, അനുഭവമാണ് ഈ പറയണത്. നമ്മൾ തീരുമാനിച്ചാൽ മതി. ഒരു കളവും പിന്നെ ജീവിതത്തിലുണ്ടാവില്ല. നമ്മൾ തീരുമാനം എടുക്കണം. എനിക്ക് നിസ്കാരം കലായത്ത് പഠിച്ചവനെ എപ്പോഴും അതിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ആവൂല, അതുകൊണ്ടൊരു കാനം ഉണ്ടാവില്ല. അതൊക്കെ സംശയം ചോദിക്കണം. ഉണ്ട്, ആയത്തുണ്ട്.
അങ്ങനെ കാണുന്നുണ്ട് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പിന്നെ നമ്മുടെ കുടുംബത്തിൽ നേരത്തെ മരിച്ചു പോയാലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ കാണുന്നൊക്കെ ഹദീസുകളുണ്ട്. നല്ല ചെയ്യണമാകുമ്പോൾ അള്ളാഹിനോട് സന്തോഷിച്ച് ദുആ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ മറിച്ചാണെങ്കിൽ ഓല് പടച്ചോനെ എൻ്റെ കുട്ടീനെ നന്നാക്കണേ എന്നൊക്കെ പറയുന്നൊക്കെ ഹദീസിലൊക്കെ ഉണ്ട്. അങ്ങനെ തഫ്സീറിലുണ്ട്. അതൊന്നും നമ്മൾക്കിപ്പോൾ അങ്ങനെ ഒരു വലിയ വിഷയമൊന്നുമല്ല. കാണുക കണ്ടോട്ടെ, നമ്മളിപ്പോൾ ചെയ്താൽ മതി. കാണുന്ന നേരം കണ്ടോട്ടെ. നിങ്ങളിത് ചോദിച്ചാൽ ഇയാൾ ചോദിക്കേണ്ടത് ചോദിക്ക്. ആ ആ ആ അതെ, ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് ചോദ്യം. നമ്മളിപ്പോൾ സ്വർഗത്ത് പോയി നമ്മളെ ഉറ്റ ഒരാൾ ഇവിടെ ഇല്ല, ആ ഒരു ഫീലിംഗ് അവിടെ ഉണ്ടാവുമോ? ആ ഫീലിംഗ് എന്തായാലും ഉണ്ടാവില്ല. അതല്ലേ വലിയ രസം. അതിലേറെ വലിയതാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആസറിനെ കാണും. ബാപ്പയാണോ എടാപ്പയാണോ രണ്ട് പക്ഷമുണ്ട്. തഫ്സീറിലൊക്കെ ബാപ്പയാണെന്നാണ് സലിമൊക്കെ പറയുന്നത്. ആസറിനും വേണ്ടി ഒന്ന് പറഞ്ഞു നോക്കും അള്ളാഹിനോട്. ഉടനെ അതിൽ ആസറിൻ്റെ കോലാണ് മാറ്റിയിട്ട് കാണിച്ചു കൊടുക്കും. പിന്നെ ആസറിനൊന്നും ആർക്ക് കാണുന്നെ വേണ്ട. അങ്ങനെയാണ് ആസറിനെ പിടിച്ചു കൊടുക്കല്. ആ ടെൻഷൻ ആർക്കുണ്ടാവും ഇബ്രാഹിം നബിക്ക് സ്വന്തം പിതാവ് അല്ലെങ്കിൽ എളാപ്പയായിരിക്കുന്ന ആസറിനെ നരക്കത്തിട്ടുണ്ടെങ്കിൽ പോലും പൊറുതിയാടുണ്ടാവില്ല. പൊറുതിയാടിൻ്റെ ഒരു വഴി പിന്നെ എവിടെ ഉണ്ടാവില്ല സ്വർഗത്തിൽ. എല്ലാ ഹസനും വിഷമങ്ങളും അല്ലാഹു തആല സ്വർഗത്തിൽ അതിനൊക്കെയുള്ള പണിയൊക്കെ അല്ലാഹു തആല ചെയ്യും. ഇനിയിപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ചിലവരൊന്നും കണ്ടുകൂടാത്ത ആളുകളുണ്ട്. ഓല് സ്വർഗത്തിലുണ്ടാവും. അതിലും പ്രശ്നം ഉണ്ടാവില്ല. അല്ല, മോമിനിങ്ങൾ തന്നെയാണ് ഒക്കെ ഒന്നാം സഫിലുണ്ടാകുന്ന ആളുകളാ. പക്ഷേ അങ്ങോട്ട് സുഖമില്ലല്ലോ. ഓനും കാണാൻ സ്വർഗത്തിലും ഇങ്ങനെ വരുന്നത് നമ്മുടെ അടുത്ത് നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അൽഹംദുലില്ലാഹ് ഭയങ്കര സന്തോഷിക്കാരും. അതിനൊക്കെയുള്ള പണി അല്ലാഹു തആല ചെയ്യും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇല്ലേ? നമുക്ക് അങ്ങനത്തെ മോമിനിക്കൊരു സോക്കേട് കണ്ടുവിടലാണ് കേട്ടോ. നമുക്ക് കണ്ടുവിടാം. ആ കണ്ടുവിടാത്തതിലൊക്കെ സ്വർഗത്തിൽ കാണുമ്പോഴും ഒരു കണ്ടുവിടായി ഉണ്ടാവില്ല. അല്ലാഹു റബ്ബി. ഹമ്മ് എന്നുള്ളൊരു സംഗതി സ്വർഗത്തിലുണ്ടാകുകയില്ല. വ്യസനം, ഫീലിംഗ്, ടെൻഷൻ ഒരു കെയർ ഓഫിലും ഉണ്ടാവില്ല. അതിൽപ്പെട്ടൊരു സംഗതിയാണ്. ഇപ്പോൾ ദുനിയാവിലിപ്പോൾ നമുക്ക് കുറേയൊക്കെ ഉണ്ടെങ്കിലും നല്ല കൊട്ടാരമൊക്കെ നമുക്കുണ്ട്, നല്ല വണ്ടിയൊക്കെ ഉണ്ട്. അതിലാറും നല്ലത് കാണുമ്പോൾ നമുക്ക് പത്രത്തിലല്ലോ എന്നൊരു ഹമ്മ് വരുവാണല്ലോ. സ്വർഗത്തിലുള്ള എന്താ ചെയ്യുന്നതോ? ഏറ്റവും താഴെ കടയുള്ളവന് തോന്നുന്ന ഓനാണ് ഏറ്റവും ടോപ്പിൽ എന്നാണ്. പിന്നെ എന്താ ടെൻഷനാണ്? ഏറ്റവും അവസാനം കിടക്കുന്ന ആളെന്നെ പറയില്ല. അതാണ് പടച്ചോനെ റബ്ബന ആയത്തേത്തന്നെ മനം തുയത്തി ആദ്യമില്ല ആലമീൻ. ആർക്കും കൊടുക്കാത്താണല്ലോ ഇപ്പോൾ എനിക്ക് തന്നത് പടച്ചോനെ. ഇവനെന്നിങ്ങനെ തോന്നി, എന്താ ഇപ്പോൾ ഇത് പെച്ചോ എനിക്ക്, ഞാൻ എന്താ ഇപ്പോൾ ഏറ്റവും ടോപ്പിലെത്തി. അങ്ങനെയൊക്കെ പരിപാടികളുണ്ട് മോമിനിങ്ങൾ. ടെൻഷൻ ഉണ്ടാവില്ല. എന്നമാർക്ക് നമുക്ക് ആണുങ്ങൾക്ക് ഹൂറികളുണ്ട്, പെണ്ണുങ്ങൾക്ക് ആരാ ഉള്ളത്, അതൊന്നും നമ്മൾ ബേജാറാണ്ട. ഒരു ടെൻഷനോ പെണ്ണുങ്ങൾക്കോടെ അതിനൊക്കെ അള്ളാഹ് നോക്കിക്കോളും. നമ്മളിവിടെ നമ്മളെ ഡ്യൂട്ടി അല്ല അതൊന്നും. നമ്മൾ സമീനാവാത്തേനാന്ന് നമ്മളെ മുദ്രാവാക്യം. നമ്മൾ അള്ളാഹ് പറഞ്ഞു കേട്ടു അനുസരിച്ചു. ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോയി, എനിക്ക് പല സ്ഥലത്തേക്കും പോകേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ കുട്ടികൾ എന്നോട് ചോദിക്കുകയാണ്, പിന്നെ മാ താബലക്കും മിനൻ നിസായി മസ്നാ വ സലാസ വ റുബാ. പെണ്ണുങ്ങളെ 3 or 4 ഒക്കെ കെട്ടിക്കോളൂ, എൻ്റെ 5 കെട്ടാൻ തേ പറ്റാത്തത്. ഞാൻ അവരോട് പറഞ്ഞ നമ്മൾ സമീനാവാത്തതിനാന്ന് നമ്മളെ ഉദ്രവാക്യം. അല്ല പറയാം. അത് പിന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. അതിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാവട്ടെ, ആവാതിരിക്കട്ടെ. ചിലതിൻ്റെ ലോജിക്ക് മനസ്സിലാവും, ചിലത് മനസ്സിലാവില്ല. ഹുക്കുമ്പോൾ 2 ഐറ്റുണ്ട്. തഅബ്ബുദി എന്ന ഐറ്റുണ്ട്. അത് നമ്മൾ ചെയ്യുക. എന്താണ് ഇതിൻ്റെ കാരണം നമുക്ക് അറിയില്ല, അറിയേണ്ടതുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചോളൂ. എല്ലാത്തിനും യുക്തി ചോദിക്കാൻ നിൽക്കണ്ട. സമീനോ അത്തോന ഉഫ്രാനക്ക, ഇതെല്ലാം നമ്മൾ ആമൻ റസൂൽ തന്നെ ഞങ്ങൾ കേട്ടു അനുസരിച്ചു. എന്തുകൊണ്ട് അള്ളാഹുവിൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ചിലത് നമുക്ക് തിരിഞ്ഞേക്കാം. അള്ളാഹുവിൽ വലിയ ഹക്കീമാണ്. അള്ളാഹിൻ്റെ ഓരോ തീരുമാനങ്ങളും അത്രയും യുക്തിഭദ്രമായിരിക്കും. നമുക്ക് ബോധ്യപ്പെട്ടോളണം എന്നൊന്നും. നമുക്ക് ആ ഈമാനാണ് പ്രധാനം. പിന്നെ കുട്ടികളിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ചിരിച്ചൊക്കെ പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 10-26 കൊല്ലമായിട്ട് കാണുന്ന ആളുകളാണ് ഈ കരീമാജി, കുഞ്ഞാജി, ഇവരൊക്കെ. ഓലോടാണ് ഈ പറയണത്. അപ്പോൾ അതങ്ങനെ വരുള്ളൂ എന്ന് മറുപടി പറഞ്ഞു ഞാൻ. പിന്നെ ഒരു കുട്ടീനോട് ചോദിച്ചു, എന്താ ഈ ചോദിക്കുമ്പോൾ തന്നെ മറുപടി ഒക്കെ കിട്ടണതെന്ന്. ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ എന്താ ഏത് കിതാബാണ് നോക്കേണ്ടത്? ഞാൻ പറഞ്ഞു, അതിന് കിതാബൊന്നുമല്ല, അതൊരു ഉസ്താദ്മാരൊക്കെ കുരുത്താണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കുരുത്താണ് ചിലതൊക്കെ. ചിലതൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ വലിയ ചോദ്യം, നമ്മൾ ചിലപ്പോൾ തലേന്ന് നോക്കി വെച്ച ചോദ്യക്കാരാവ് ഒത്തിരി വരികയാണതേ. അപ്പോൾ ഈ മറുപടി വെക്കുമ്പോൾ എന്താ പോയി ഇവൻ്റെ അറിയുമെന്നൊക്കെ ചിലവർ അങ്ങനെ ചിന്തിക്കും. ഒരു കുരുത്താണ് സ്വഭാവം. ഞാനതിനെ അവർക്ക് മറുപടി തന്നതാണ്.
ആ ആ ആ ആ തീ മരുഭൂമിയിൽ ശേഷം എന്താ ഉണ്ടായതെന്നുള്ളോ? മൂസാ നബിയും ഹാറൂൻ നബിയും ഉടൻ തന്നെ വഫാത്തായി, ആ കർക്കത്തിൽ വഫാത്തായി. പിന്നെ അതിൻ്റെ ശേഷം യൂസ നബിൻ്റെ നേതൃത്വത്തിൽ ഒരു ഫലസ്തീനിലെത്തി, ഫലസ്തീൻ വിമോചിപ്പിച്ചു, ഒക്കെ ഉഷാറായി. മൂസ നബി ആ ഘട്ടത്തിൽ വഫാത്താകാണ് ചെയ്തത്. മൂസാ നബി അതായത് ചെങ്കടൽ കടന്ന ആളുകളുണ്ടല്ലോ, ചെങ്കടലാണ് കടന്നിട്ട് അങ്ങനെ പോയപ്പോൾ ഇവർ ഈ ബിംബാരാധന കണ്ടപ്പോൾ ഇവർ പറയുകയാണ് ഞങ്ങൾക്കും വേണം കുറേ പടച്ചവന്മാർ. ശരിക്കും അങ്ങനെ പറയുന്നത് ഖുറാനിൽ നമ്മളെന്നാൽ ഓതീനൊക്കെ. അപ്പോൾ അള്ളാഹുത്താല ഓരോ കറക്കി നട്ടം കറക്കി. ജലാലൈനൊക്കെ പറയണത് രാവിലെ ഒരു പോക്ക് കൊടുക്കും, വൈകുന്നേരം വരെ നടന്നാൽ അവസാനം ഇവിടെ നിന്ന് തുടങ്ങിയിടത്തിന് എത്തിയിട്ടുണ്ടാവും. കറക്കാണ് തീ മരുഭൂമിയിൽ. എവിടേക്കാളും പോകണത് ഫലസ്തീനിക്കാണ് പോകണത്. അങ്ങോട്ട് എത്തന്നല്ല. മൂസാ നബി ഉണ്ട്, ഹാറൂൻ നബി ഉണ്ട്. ആദ്യം ഹാറൂൻ നബി വഫാത്തായി, പിന്നെ മൂസാ നബി വഫാത്തായി. മൂസാ നബി വഫാത്തായപ്പം അള്ളാഹിനോട് ദ്വാരുന്നു, ഒരു കല്ലിട്ടാലത്തിന് അകലത്തിലേക്ക് ബൈത്തുൽ മഖ്ദിസിലേക്ക് എന്നെ അടുപ്പിക്കണമെന്ന്. ആ ദ്വാ അല്ലാഹ് സ്വീകരിച്ചോളോ? ജയർഷ പോയോ ബൈത്തുൽ മഖ്ദിസിലേക്ക്? പോയില്ലല്ലോ. ആരും പോയാലുണ്ടോ? മൂസാ നബീൻ്റെ കബറങ്ങ പോകുന്നുണ്ട് ആ പോക്കിൽ. അത് ബൈത്തുൽ മഖ്ദിസിലല്ല, ബൈത്തുൽ മഖ്ദിസിലേക്ക് പോകണാണ്ട് എത്തിയിട്ടില്ല. യൂസ നബി ആണ് പിന്നീട് പ്രവാചകനായിട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നല്ല മോമിനിങ്ങൾ ഫലസ്തീനിലെത്തുകയും ആ ഫലസ്തീനിനെ അന്നത്തെ അവിടുത്തെ ആളുകളിൽ നിന്ന് വിമോചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഈജിപ്തിൽ അധികാരം ബനൂ ഇസ്രായേൽ കിട്ടിയിട്ടുണ്ട്. അതൊന്നും എല്ലാ തഫ്സീലൊന്നും കാണുന്നില്ല, കണ്ടുപിടിച്ച് ഞാൻ നോക്കിയിട്ട്. ബനൂ ഇസ്രായേലികൾ അവിടെ വന്നു, ഈജിപ്തൊക്കെ തിരിച്ചു വന്ന് അധികാരത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കദാലിക്ക ഔറസ്നാഹ ബനി ഇസ്രായേൽ. ആ ഫലസ്തീൻ്റെ ഭരണം ഈജിപ്തിൻ്റെ ഭരണം ബനൂ ഇസ്രായേലികൾക്ക് തന്നെ നാം നൽകി എന്നുള്ളതിൽ പറയുന്നുണ്ട്, ചില തഫ്സീലൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ തഫ്സീൽ എപ്രകാരമായിരുന്നു എന്നൊന്നും നമുക്ക് പഠിക്കൽ ഒരു വിഷയമല്ല, നമ്മൾ പഠിച്ചോളണമെന്നില്ല. ആകത്തുക അങ്ങനെ ഒരു ചുരുക്കം നമ്മൾ മനസ്സിലാക്കിച്ചാൽ മതി. ഇനി ആർക്കെന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിച്ചോളി, അല്ലെങ്കിൽ നമ്മൾ നിർത്തുകയാണ്, പോവാണ്. ദ്വാരക്കല്ലേ? ഉദയത്തിനെ പറ്റി കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട് പുറത്തുനിന്ന്, ചോദ്യങ്ങൾ കുറേ ബന്ധങ്ങളൊക്കെ നമുക്ക് അടുത്താഴ്ച പറയാം. ഉദയത്ത് ഇപ്പോൾ വലിയൊരു കാര്യമാണ്. ഇബ്രാഹിം നബി ഇസ്ലാമിനെ പിൻപറ്റലിനെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ആയത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. ഒരായത്ത് സൂറത്ത് നിസായിലെ 125 ആയത്ത് വേണമെങ്കിൽ കളിപ്പിച്ചു തരാം. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹിമ ഹനീഫ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല എന്നുള്ള ആയത്താണ്. ആയത്തിൽ പറയണത് സ്വന്തം മുഖത്തെ അല്ലാഹു തആലക്ക് സമർപ്പിക്കുകയും നന്മ ചെയ്യുന്നവനായ നിലയിൽ സ്വന്തത്തെ അല്ലാഹു തആലക്ക് സമർപ്പിച്ച് ഇബ്രാഹിം നബിൻ്റെ മില്ലത്തിനെ പിൻപറ്റുകയും ചെയ്ത ആളെക്കാളും നല്ല ദീനുള്ളത് ആർക്കാണ് ഇവിടെ എന്നുള്ള ചോദിക്കണത്. ഇബ്രാഹിം നബിനെ പിൻപറ്റണം. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബിനെ അല്ലാഹു തആല എന്താക്കിയാണ്? അള്ളാൻ്റെ ചങ്ങായിയാക്കിയാണ്. പിൻപറ്റാൻ ഏറ്റവും പറ്റിയ ആളാണ്. ആ ഇബ്രാഹിം നബിനെ പിൻപറ്റി സ്വന്തത്തെ അല്ലാഹു തആലക്ക് സമർപ്പിച്ചവനേക്കാളും നല്ലൊരു ദീൻ ആരെ ദീനാന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇബ്രാഹിം നബിനോട് ഈ സമയത്ത് നമുക്ക് പിൻപറ്റാനുള്ള കാര്യങ്ങൾ ഹജ്ജാണെങ്കിലും ഉദയത്താണെങ്കിലും, ഹജ്ജിന് പോയ ആളുകൾ ഇബ്രാഹിം നബിൻ്റെ കുടുംബത്തെയാണ് അവിടെ സ്മരിക്കുന്നത് വലിയ കർമ്മത്തിലൊക്കെ. നമുക്കിപ്പോൾ ഉദയത്തിലാണ് അതുള്ളത്. സ്വന്തം മകൻ ഇറക്കാൻ തയ്യാറായത് ഒരു 10,000 റുപ്യ കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ള പരീക്ഷണമാണ്. അതിനൊന്നും കഴിയാത്ത ആളുകളെ സംബന്ധിച്ച് ഈമാൻ വളരെ ശുഷ്കമാണ്. ഐഫോണുള്ളവരൊക്കെ സ്വന്തമായിട്ട് തന്നെ കന്നിറക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ ആദ്യം ഫോണിലുള്ളവരൊക്കെ ഒരു ഒരി കൂടിയാൽ മതി. ഇത് 10,000 റുപ്യൻ്റെ ഒരി കൂടിയാൽ മതി. 11 ലക്ഷത്തിൻ്റെ ഫോണൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് കോയമ്പൂ. നിസ്കാരത്തിന് വേണ്ടെന്നുള്ള ഹദീസാണ് ആദ്യമായിട്ട് ഗീതാവിൽ പറയുന്നത്. ഈ ഗീതാവിൽ മൻ വജദ സായത്തൽ യുദഹിയ, ഒരാൾക്ക് ഒതുയത്തിറക്കാനുള്ള കഴിവുണ്ടായിട്ട് ഫലം യുദഹി അറക്കണമെങ്കിൽ ഫല യഹ്ദുറന്ന മുസല്ലാന, ഈ നിസ്കാര സ്ഥലത്തേക്ക് ഓൻ വരണ്ടെന്ന് അല്ലാഹു റസൂൽ പറയാണ്. മാ അമില ബിനു ആദമ അമലൻ യൗമൻ നഹരി അഹബ്ബ ഇലല്ലാഹി, നെഹറിൻ്റെ ദിനത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു അമലും ഒരാൾ ചെയ്യുന്നില്ല. നെഹർ പറഞ്ഞാൽ അറവ് എന്നാണ്, കുത്തിറക്കുക, ഒട്ടകത്തിനെ കുത്തിറക്കണതിന് നെഹർ എന്നാണ് പറയാം. ആ ദിവസത്തിൻ്റെ പേര് നെഹർ, യൗമുൻ നെഹർ. മലയാളത്തിൽ ബലി പെരുന്നാൾ, ബല്യരുന്നാളല്ല. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഏസും പെരുന്നാളിന് അതിന് പോയപ്പോൾ, ഇപ്പോൾ ഇല്ലല്ലോ, ഏസല്ലല്ലോ. അതാണ് വലിയൊരുന്നാൾ. ചെറിയനാൾ ഒരു ഈസാണ്, വലിയൊരുന്നാൾ ഏസ എന്നൊക്കെ പറഞ്ഞിട്ട് ഏസും ചോറുണ്ടാക്കിയത് അതൊക്കെ ഉച്ചക്ക് കഞ്ഞിയാണ്. വലിയൊരുന്നാൾ ഏസ് ഉള്ളതുകൊണ്ട് ഏസും ചോറുണ്ടാവും. അങ്ങനെ കാലം ഉണ്ടെങ്കിൽ മുസ്തഫ ഉച്ചക്ക് കഞ്ഞി. വലിയൊരുന്നാൾ ഞങ്ങൾക്ക് ബലി പെരുന്നാളാണ്.
ബലിപെരുന്നാളിൻ്റെ ആ ദിനത്തിൽ ഒളിയത്ത് ഇറക്കുന്നതിനെക്കാട്ടിലും ഉത്കൃഷ്ടമായ അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട ഒരു അമലും ഒരാളും ചെയ്യുന്നില്ല. അത് അറക്കാത്തോ നിസ്കരിച്ചാൻ വന്നോളെന്ന് വലിയ കാര്യമൊന്നുമില്ല. നിസ്കരിച്ചാനല്ല ഈമാൻ വേണ്ടത്, അറക്കാനാണ് ഈമാൻ വേണ്ടത്. നിസ്കരിച്ചാൽ വലിയ ഈമാൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ ഐഫോണിലൊക്കെ ഒന്ന് കൈ എത്തിച്ചെന്ന് അറിയണം വേണ്ടല്ലേ? ഐഫോൺ 1,00,000 അല്ലേ സുബി? ആ ഐഫോൺ ഇതാണ് തിരക്കില്ല. ഇതിന് 15,000 ഉള്ളൂ. ഒരു കുഴപ്പമില്ല. എന്ത് ഇതിന് 5-6 കൊല്ലമായി, ഒരു കുഴപ്പമില്ല. എന്താ പിന്നെ തറാറ്? ഒരു തറാറ്. പിന്നെ വണ്ടി, സ്വന്തമായിട്ട് വണ്ടി ഉള്ളല്ലോ എന്നൊക്കെ പറഞ്ഞാൽ കോയമന് ഭയങ്കര ഇഷ്ടമായി. അതാണ് അത് ഈ ആഴ്ച ഒരുപാട് വന്ന ചോദ്യം അതാണ്. ഞങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഇതിന്, അതായത് അക്കീക്കത്തും ഒളിയത്തും പാടെ കുട്ടികൾക്ക് അക്കീക്കത്ത് ഇറക്കാനുള്ളവർക്കൊക്കെ ഇപ്പോൾ ഇതിൽ കൂടാൻ പറ്റുമോ എന്നൊക്കെ പല ആദ്യം ചോദ്യമുണ്ട്. ഒരാൾ ചോദിച്ചാൽ അയാൾക്ക് 2 കുട്ടികളെ അക്കീക്കത്തും ഇറക്കാണ്ട് ഒളിയത്തും ഇറക്കണം, അതിനൊരു ഓരി കൂടിയാൽ പോരെ. എന്തു പറയണേ? 3 ഓരി കൂടണം അയാൾ. 2 കുട്ടി, ഒരു കുട്ടിക്ക് ഒരു ഓരി. അക്കീക്കത്ത് 1, ഒളിയത്ത് വേറൊന്ന്. ഒരു ഓരി കൊണ്ട് എല്ലാം പാടെ ഒരു കന്നിന് ഇറക്കുകയാണെങ്കിൽ അത് പറ്റും. ഒരു കന്ന് ഒരു കുട്ടീൻ്റെ അക്കീക്കത്താണ്, മറ്റേ കുട്ടിക്കും സുന്നത്തെ അക്കീക്കത്താണ്, ഒളിയത്തും പാടെയാണ് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു കന്ന്. ഏത് കന്ന്? ആടല്ല. ഏറ്റവും അഫ്ദൽ ഒരു ഓരി കൂടിനെക്കാട്ടിലും ഏറ്റവും അഫ്ദൽ ഒരു ആടിറക്കലാണ്. ഒട്ടകത്തിൻ്റെ അല്ലെങ്കിൽ മാടിൻ്റെ. കേട്ടോ, ഇതൊന്ന് കേട്ടോ കേട്ടോ, അഫ്ദലിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരാടർത്താൽ മതിയല്ലോ. ഏറ്റവും നല്ലത് ഒരു ഓരി കൂടിനെക്കാട്ടും നല്ലത് ഒരാടർക്കലാണ്. എന്നാൽ സ്വന്തമായിട്ടൊരു അറിവുണ്ടായി എന്നുള്ളത്. അത് ആട്. അതിലേറെ നല്ലത് സ്വന്തമായിട്ടൊരു ഒട്ടകത്തെ അറക്കൽ. ഇറച്ചി കൂടുതലുണ്ടാവുമല്ലോ. 400 കിലോ 300 കിലോനൊക്കെ ഇറച്ചിയാണ് കേട്ടോ ഇതിന്. പിന്നെ കഴിഞ്ഞാൽ മാട്. മാടിൽ പോത്തും പെടും മൂരിയും പെടും. ഏതാ നല്ലത്? ഏതാ നല്ലത്? പോത്താ നല്ലത്. പോത്തിനാണ് 1-ാം സ്ഥാനം. പോത്തിൻ്റെ ഇറച്ചിയാണ് നല്ലതെന്ന് ഗീതയിലൊക്കെ പറയുന്നത്. മൂരിറച്ചിയല്ല. രോമം കൂടുതൽ മൂരിക്കാണ്. നമ്മൾ തിന്നണ ഇറച്ചിയാണല്ലോ. അല്ല, രോമം നല്ലതാണ്. പക്ഷേ രോമും ഇറച്ചിയും തമ്മിൽ പരസ്പരം എതിരാകുമ്പോൾ മുൻഗണന ഇറക്കാണ് ഇറച്ചി കൊടുക്കുക എന്നുള്ളതാണ്. ചൊറുക്കുള്ളതിനെ ഇറക്കണം. ചൊറുക്കുള്ളതിനെ ഇറക്കണം. നല്ല ചൊറുക്കുള്ള പോത്തുകളുള്ളൂ. അല്ല, മൂരി അതുകൊണ്ട് കാര്യമില്ല. മൂരിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇറക്കുമ്പോൾ നല്ല ചൊറുക്കുള്ള മൂരിനെ ഇറത്തോളി. പോത്താണെങ്കിൽ തന്നെയാണ്. പോത്തിനെക്കാട്ടിലും ചൊറുക്ക് മൂരി ഉണ്ടായിച്ചിട്ട് മൂരിക്ക് അഫ്ദൽ കിട്ടൂല. ഈ പറഞ്ഞാൽ നമുക്ക് ആർക്കാണെങ്കിലും ഒരു പൊതി കിട്ടുമ്പോൾ പോത്തിറച്ചിയാണോ മൂരിറച്ചിയാണോ എന്നുള്ളൊരു വിഷയമല്ലേ. ആ പോത്തന്നെ ആണും പെണ്ണുണ്ടെങ്കിൽ ഏത് പോത്തിനാണ് നല്ലത്? ആണിൻ്റെ ഇറച്ചിയാണ് നല്ലതെന്ന് പറയുന്നത്. വെള്ളിയാഴ്ച ഇങ്ങനെ വനിതാ പോത്താണെന്ന പലരോടും പറയല്. വനിത അതെന്താ വനിതാ പോത്ത്? കായ് കമ്മിയാണ്, ഇറച്ചി മോശകാരം. എരുമ പറ്റും, എരുമയും പശുവൊക്കെ പറ്റും. ചെന ഉണ്ടാവരുത്. ചെന അയിബാണ്. ചെനുള്ളത് പറ്റില്ല. അർത്ഥമൊക്കെ ചെനുള്ളതാണ്, അത് പറ്റില്ല. ചെന ഇല്ലാത്തത്, അയിബില്ലാത്തത്. അയിബ് പറഞ്ഞാൽ മെലിഞ്ഞൊട്ടിയത്, കാത് മുറിഞ്ഞ് കണ്ടം പോയത്, ചന്തിമെന്ന് കണ്ടം പോയത്, മെലിഞ്ഞൊട്ടിയത്, പിരാന്തുള്ളത്, കണ്ണ് കാണാത്തത്, മുടന്തുള്ളത്, അതിനൊന്നും തിന്ന് ഇറച്ചി ഉണ്ടാവില്ലേ. അതൊക്കെ ഇറച്ചിനെ ബാധിക്കുന്ന സൂക്കടുകളാണ്. അതൊക്കെ പറ്റാത്തതുള്ളൂ. കൊമ്പില്ലാച്ചിട്ട് കുഴപ്പമില്ല, മണി ഉടച്ചിട്ട് കുഴപ്പമില്ല. ആണിൻ്റെ മണി ഉടച്ചവരൊക്കെ പറ്റും. ദക്കറില്ലേലും പറ്റും. ദക്കറാൻ ലിംഗേ, മുരിൻ്റെ ലിംഗ തിന്നൂലെന്ന കാരണം പറഞ്ഞു. തിന്നലുണ്ടോ ലിംഗം? ഞാൻ ഇപ്പോൾ കിതാബ് കണ്ടപ്പോഴാണ് ഇപ്പോൾ തിന്നലുണ്ടോ അല്ലേ എന്ന് ആലോചിച്ച്. 60 കഥ കാട്ടില്ല ലിംഗം. ഞാൻ ആ ലിംഗം എന്താണെന്ന് എനിക്ക് പോത്തിൻ്റെ ലിംഗം ദക്കറില്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല. അങ്ങനെ തിന്നണ സാധനമല്ല. ചെവി സന്ധ്യൊക്കെ വാലൊക്കെ തിന്നണമാണല്ലോ. ഉടച്ച ടൈപ്പല്ല, ഉടച്ച പറ്റും. ഉടച്ച് പറ്റും നോക്കാൻ നല്ല ഇറച്ചിക്കാരെന്നാണ് പറയണത്. ഉടച്ചതേ ഉടച്ച ചെറു കുഴപ്പമില്ല. ഉടച്ചതിനെ റസൂലുള്ള അർത്ഥം എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, 2 വയസ്സ് തേഞ്ഞാൽ മതി. ആ 2 വയസ്സിൻ്റെ അടയാളമാണ് പുല്ല് പറയാന്നുള്ളത്. 2 വയസ്സ് തേഞ്ഞാൽ മതി. ആർക്ക്? ഈ മോരിക്ക്. ആടിന്, നമ്മടുത്ത ആടിന്, നെയ്യാടിന് 1 വയസ്സായാൽ മതി. ഒട്ടകത്തിന് 5 വയസ്സാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഒട്ടകമാണ്. പിന്നെ മാടാണ്. മാട് പറഞ്ഞാൽ മൂരിയും പോത്തും പെട്ട്. അതിൽ പോത്താൻ നല്ലത്. ചിലരൊക്കെ മൂരിയാണ് നല്ലത് വെച്ചിട്ട് വലിയ ആളുകളൊക്കെ മൂരിമ കൂടുതലുണ്ട്.
അത് മുഴൽച്ചിലാണെങ്കിലും ഇതിനാണെങ്കിലും അത് ശരിയല്ല, പോത്താണ് നല്ലത്. പിന്നെ നല്ലത് നെയ്യാടാണ്. ഒരു ഒട്ടകത്തെക്കാളും ഏറ്റവും നല്ല 7 ആടിറക്കലാണ്. ഇങ്ങനെയൊക്കെ ഒരു അഫ്ദൽ പറയുന്നുണ്ട്, 7 ആട്. പറ്റില്ല, അത് പറയാൻ പറ്റും. നമ്മളെ മതമാണ് ഇപ്പോൾ പറയണത് 2 വയസ്സാണ് കോലാട്. അങ്ങനെ ഉളിയത്താണ് ഇപ്പോൾ നമ്മളെ മുമ്പിലുള്ള ഏറ്റവും വലിയ കർമ്മം. അള്ളാഹ് നമുക്ക് ഈ പറഞ്ഞ ഈമാൻ തന്നുവേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഈമാൻ മകനെ പോലും അറക്കാൻ പറ്റുന്ന ഈമാനായിരുന്നു. റബ്ബി അരിനി കൈഫ തുഹിയൽ മൂത്ത, മരിച്ചോലെ ജയിപ്പിക്കലെന്ന് കാണിച്ചു തരോ പഠിച്ചോനെ. കാല അവലം തോന്നി നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ? കാല വല വലാക്കില്ലി എത്തുമയിന്ന കൽവി, എൻ്റെ കൽവ് തുമഇനീനത്താവാനാണ് പഠിച്ചോനെ. കണ്ടമാർക്കുള്ള വിശ്വാസത്തിനാണെന്ന് പറയാം. ഐനുൽ യക്കീൻ, ഇൽമുൽ യക്കീനുണ്ട്, ഐനുൽ യക്കീനുണ്ട്. നമ്മളൊക്കെ ഇൽമുൽ യക്കീലാണുള്ളത്. ഇൽമുൽ യക്കീൻ എന്താ അറിയോ? കണ്ടിട്ടൊന്നുമില്ല എന്നാലും ഉറപ്പാ. അതിൻ്റെ ഉദാഹരണം കിതാബിലൊക്കെ പറഞ്ഞു തരാം. ഇപ്പോൾ ലണ്ടൻ സിറ്റി ആരും കണ്ടണോ? കിതാബിൽ കായബി മക്കാക്കങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ അവർക്ക് ന്യൂയോർക്ക് സിറ്റി അങ്ങനെ ഒരു ടൗൺ ഉണ്ടെന്ന് ഉറപ്പല്ലേ? കണ്ടിട്ടാ? അപ്പോൾ കാണാതെ തന്നെ ഉറപ്പുണ്ടാവും. അതിന് ഇൽമുൽ യക്കീൻ എന്നാണ് പറയുക. പിന്നെ അത് പോയി കാണുമ്പോൾ ഐനുൽ യക്കീൻ എന്നാണ് പറയുന്നത്. ഇബ്രാഹിം നബിയോട് ചോദിച്ചാൽ അതാണ്, എനിക്ക് ഐനുൽ യക്കീൻ വേണം, കണ്ടം മറുക്കണം കാണാൻ പഠിച്ചോനെ. അപ്പോഴാണ് 4 പക്ഷികൾ എടുത്തിട്ട് കണ്ടം തുണ്ടമാക്കി 4 മലയിൽ കൊണ്ടേ വെച്ചിട്ട് വിളിക്കാൻ പറഞ്ഞു. ഓടിങ്ങോട്ട് വന്നു, കാണിച്ചാണ് കൊടുത്തു അല്ലാഹു തആല. ആ ഈമാനാണ് ആരെ ഈമാൻ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഈമാൻ. അപ്പം മകൻ ഇറക്കാനോട് എന്താണ്? നമുക്ക് ഒരു കൂടാനുള്ള കഴിവില്ലെങ്കിൽ നമ്മളെ ഈമാൻ അത്ര ബലഹീനാന്ന് മനസ്സിലാക്കിയാൽ മതി. മൊബൈലിന് നമുക്ക് കായുണ്ട്, വണ്ടി വാങ്ങാൻ നമുക്ക് കായുണ്ട്, എല്ലാത്തിനും കായുണ്ട്. ഷർട്ടൊക്കെ ഇപ്പോൾ പെരുന്നാൾ നിൽക്കുന്ന ഷർട്ടൊക്കെ എന്താ വില സലീമേ? ഇങ്ങനെ ഒരു മീറ്ററിന് 3500 റുപ്യൊക്കെയാണ് ഇപ്പോൾ ലിനോ ഷർട്ടിന് അല്ലേ? 2 മീറ്ററിന് വേണ്ടേ? ഒരു ഷർട്ടിൻ്റെ വില കൂടി ഒരു മീറ്ററിന് 350 അല്ല 3500 അല്ലേ? അടിക്കൂലൊക്കെ പാടാകുമ്പോൾ അതിന് 6 റുപ്യല്ലേ? അത് മതി ഇവിടെ ഒരു കൂടാൻ. അതിനൊക്കെ കായുണ്ട്. ഇതിന് കൂടാനും പറ്റി. അതിൻ്റെ പേരാണ് ഈമാനില്ല എന്നുള്ളത്. നമ്മൾ തീർക്കാട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.